മ്യൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ലോക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്യാം. പക്ഷെ വേണമെങ്കിൽ ഞാൻ ലോക്ക് ചെയ്തിടാം. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ പറയാം. ആർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഓക്കെ, അതുകൊണ്ട് അൺമ്യൂട്ട് ആവശ്യമില്ലാതെ ചെയ്യരുത്. പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ മാത്രം ചാറ്റ് ബോക്സിലേക്ക് കമന്റ് ചെയ്താൽ. ഇപ്പൊ ഞാനിവിടെ നമ്മുടെ കമ്പനിയുടെ നിങ്ങൾക്ക് സ്ലൈഡ് ഓപ്പൺ ആണോ? കാണുന്നുണ്ടോ? യെസ്, ഓക്കെ. കാണാം അല്ലെ? കാണാം. വോയിസ് കേൾക്കുന്നില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു. സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ അല്ലേ? യെസ് സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, എങ്ങനെയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പണം ലഭ്യമാവും? പൊതുവെ എല്ലാവരും പറയുന്നത് ഇത് എങ്ങനെയാണ് ഇത്ര ഇങ്ങനെ പൈസ കൊടുക്കാൻ പറ്റുന്നത് ചോദിക്കാറുണ്ട്. അപ്പൊ അതിനുള്ള ഒരു ആൻസർ ആണ് ഞാൻ കാണിക്കുന്നത്. നമുക്കറിയാം, ഒരു കൺവെൻഷണൽ മാർക്കറ്റിംഗിന്റെ രീതി ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ രീതി രണ്ടാണ്. അതായത് ഒരു ഉൽപ്പന്നങ്ങൾ പ്രൊഡക്ട്സ് ഓർ സർവീസസ്, ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്ന രീതി രണ്ട് രീതിയിലാണ്. കൺവെൻഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഒരു കമ്പനി ഉണ്ടാവും. ആ കമ്പനി ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ കോൺട്രാക്ട് മാനുഫാക്ചറിങ് വേറെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ടാവും. നോ പ്രോബ്ലം. ആ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്ന രീതി വ്യത്യാസമാണ്. ഇപ്പൊ നിങ്ങൾ എന്ന് പറയുന്ന ഇപ്പൊ നമ്മൾ കസ്റ്റമർ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ, അപ്പൊ നമ്മള് തൊട്ടടുത്ത ഷോപ്പുകളിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുക ഉൽപ്പന്നങ്ങൾ. റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്, സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീടിനടുത്തുള്ള ഷോപ്പുകൾ. അപ്പൊ ഈ ഷോപ്പുകളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തുന്നത് അതിന്റെ ഉള്ളിൽ ആരുണ്ടാവും? ഹോൾസെയിലേഴ്സ് ഉണ്ടാവും, ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതായത് CNF, സ്റ്റോക്സ്, ഒരുപാട് ആൾ. ഇപ്പൊ കമ്പനി അവരുടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, കമ്പനിക്ക് ഒരു ലാഭം ഉണ്ടാവും, മാനുഫാക്ചറിങ് കോസ്റ്റ് ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണ്, വിതരണ ചെലവാണ്. കാരണം ഒരു 100 രൂപയ്ക്ക് ആ ഉൽപ്പന്നം നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അതിന്റെ 60-65% പോകുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കാശാണ് കൂടുതൽ. ഒരു 60% നമ്മൾ എടുക്കുകയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അതിന് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ചാർജാണ്. കാരണം ഒരുപാട് വിതരണക്കാരും ആളുകളും ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും കിട്ടും, ഇവർക്കൊക്കെ കൊടുക്കണം. അപ്പൊ നമുക്ക് 100 രൂപയ്ക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ എത്തുമ്പോൾ അത് 75 രൂപയ്ക്ക് അവർക്ക് കിട്ടും. എക്സാമ്പിൾ ആണ്. ഹോൾസെയിലേഴ്സിന് എടുത്തുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ഒരു 65 രൂപയ്ക്കോ 60 രൂപയ്ക്കോ, അങ്ങനെയാണ് ഈ വ്യത്യാസം വരുന്നത്. ഇപ്പൊ കമ്പനിക്ക് 40-35 രൂപയ്ക്ക് 40 രൂപയ്ക്ക് കിട്ടുന്ന സംഭവം നമ്മുടെ കയ്യിലേക്ക് 100 രൂപയാണ്. അപ്പൊ ഇവിടെ ഈ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് അതിൽ തന്നെയാണ് നമുക്ക് അഡ്വർടൈസ്മെന്റ് വരുന്നത്, പരസ്യങ്ങൾ വരും. അപ്പൊ പരസ്യ കമ്പനികൾ ഉണ്ടാവും. ആ കമ്പനിയില് പരസ്യങ്ങളിൽ അഭിനയിക്കുന്ന സെലിബ്രിറ്റീസ് ഉണ്ടാവും. ഇവരുടെ കയ്യിലേക്ക് കോടികളാണ് പോയിരുന്നത്. ഇതൊക്കെ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർ കയ്യിൽ നിന്നാണ് ഇവർ വാങ്ങുന്നത്. അപ്പൊ യഥാർത്ഥ വില ഈടാക്കാൻ പറ്റും, കാരണം അവർക്ക് കൊടുക്കാൻ പറ്റും. ഒരു എമൗണ്ട് കമ്പനി തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ എമൗണ്ടിലൂടെ ആയിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 1 ലക്ഷം രൂപയുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ യഥാർത്ഥ വില എന്ന് പറയുമ്പോൾ ഒരു 3500, 4000, 35,000, 40,000 രൂപ ഉണ്ടാവുള്ളൂ. ബാക്കി വരുന്ന എമൗണ്ട് പോകുന്നത് ഇത്തരത്തെ പരസ്യത്തിലേക്കാണ്, ഇടനിലക്കാരിലേക്കൊക്കെയാണ്. പക്ഷെ ഒരു ഡയറക്ട് സെല്ലിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ കമ്പനി, ഒരു മാനുഫാക്ചറിങ് കമ്പനി ഉണ്ടാവും, അതുപോലെ മാനുഫാക്ചറിങ് ചിലപ്പോൾ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ആവും, അല്ലെങ്കിൽ ഓൺ മാനുഫാക്ചറിങ്. ആ ഉൽപ്പന്നങ്ങൾ അവർക്കൊരു വില കിട്ടും അല്ലെ, കമ്പനിക്കൊരു ഓൾറെഡി ഒരു ഉണ്ടാവും. കമ്പനി കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർക്ക് കൊടുക്കുന്നത് ഒരു TP പ്രൈസിലായിരിക്കും.
ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്, അത് കമ്പനി ഫിക്സ് ചെയ്യുന്ന പ്രൈസിങ്. ഓക്കെ, ആ പ്രൈസിങ്ങിനാണ് നമുക്ക് തരുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നേരത്തെ നമ്മുടെ സിസ്റ്റത്തിൽ വിതരണ ചെലവുണ്ട്, നേരത്തെ പറഞ്ഞ ആ വിതരണ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, അത് നമുക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. ആ ഒരു വ്യത്യാസം മാത്രം അവിടെ ഉണ്ട്. അവിടെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് എന്ന് പറയുന്ന ഒരു പ്രൈസ് കമ്പനി ഫിക്സ് ചെയ്യും ഡയറക്ട് സെല്ലിംഗിൽ, നെറ്റ്വർക്ക് മാർക്കറ്റ്. ആ പ്രൈസിലാണ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ കസ്റ്റമർ ആവാം, അല്ലെങ്കിൽ റീറ്റെയിലർ ആവാം, നെറ്റ്വർക്ക് ബിൽഡർ ആവാം, എന്ന രീതിയിലും ഈ മൂന്ന് ആളുകൾക്കും കൊടുക്കുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിലായിരിക്കും. ക്ലിയർ? ഈ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിലായിരിക്കും കമ്പനി എന്ത് ചെയ്യാം, ആ വിലക്കായിരിക്കും നമുക്ക് കമ്പനി പ്രൊഡക്റ്റ് തരും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ബാക്കി ആ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്താവും, ഈ വിതരണ ചെലവുണ്ടാവും അല്ലെ, ഈ നേരത്തെ പറഞ്ഞ ഇടനിലക്കാർ പരസ്യത്തിലേക്ക് പോകുന്ന ഒരു എമൗണ്ട് ഓഫ് മണി, അത് നമുക്ക് തന്നെ തിരിച്ചു തരും. ക്ലിയർ? അപ്പൊ ഈ പൈസയാണ് എടുത്തിട്ടാണ് നമുക്ക് വരുമാനമായിട്ട് തരുന്നത് ആദ്യം, അല്ലാതെ ഒരു മാജിക് മണിയോ ഒന്നുമല്ല. അപ്പൊ ഇവിടെ നമുക്ക് ഹാപ്പി ഹെൽത്ത് ഇന്ത്യയിൽ നമുക്ക് ടൈപ്സ് ഓഫ് ഇൻകം, വരുമാനം ഉണ്ടാക്കുന്നത് 4 രീതിയിലാണ്. 4 രീതിയിൽ നമുക്ക് കസ്റ്റമറായി നിന്നാലും റീറ്റെയിലർ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഡെയിലി ഇൻകം, വീക്ക്ലി ഇൻകം, മന്ത്ലി ഇൻകം, ലൈഫ് ടൈം ഇൻകം ആൻഡ് റിവാർഡ്സ്. അങ്ങനെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 ടൈപ്പ് ഇൻകം. കസ്റ്റമർ റീറ്റെയിലറായി നിന്നാൽ തന്നെ അതിന്റെ ബെനിഫിറ്റ്സ് കൂടി കമ്പിൾ പോകാം. ഓക്കെ, അപ്പൊ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളിലൂടെ നമ്മൾ അന്ന് അറിഞ്ഞിരിക്കണം. കുറച്ച് പോയിന്റ്സ് നമ്മൾ അറിഞ്ഞിരുന്നു. എന്താണ് MRP? MRP എന്ന് വെച്ചാൽ മാക്സിമം റീറ്റെയിൽ പ്രൈസിംഗ് ആണ്. ഒരു ഉൽപ്പന്നത്തിന്റെ മുകളിൽ മെൻഷൻ ചെയ്യുന്ന പ്രൈസിംഗ് MRP എന്ന് പറയും. DP എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്, കമ്പനി നമുക്ക് തരുന്ന പ്രൈസിംഗ് ആണ് DP പ്രൈസിംഗ്, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്. നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് പരിഗണിക്കും കമ്പനി കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ, അല്ലെങ്കിൽ ഒരു റീറ്റെയിലർ, എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. ഡയറക്ട് സെല്ലർ എന്നാണ് കോമൺ ആയിട്ട് നമ്മൾ പറയും. ഓക്കെ, ഇനി അത് ആ DP പ്രൈസ് ചിലപ്പോൾ 10 മുതൽ 40% ഡിസ്കൗണ്ടിലായിരിക്കും നമുക്ക് തരുക DP പ്രൈസ് എന്ന് പറയുന്നത് MRP വെച്ച് നോക്കുമ്പോൾ. പിന്നെ എന്താണ് BV നോക്കാം. DP പ്രൈസിന്റെ നിലവിൽ 10 മുതൽ 85% വരെയാണ് BVയുടെ റേഞ്ച്. ഓക്കെ, അതായത് ഓരോ ഉൽപ്പന്നത്തിനും അതിൻ്റെതായ വിലയുണ്ടാവും. ഒരു ഉൽപ്പന്നത്തിന്റെ വില എടുക്കാം, 120 രൂപയാണ് ആ ഉൽപ്പന്നത്തിന്റെ MRP എങ്കിൽ അതിന്റെ DP പ്രൈസ് വരുന്നത് 100 രൂപയാന്ന് വിചാരിക്കും. ഓക്കെ, 20 രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും DP പ്രൈസ്. അതിന്റെ ബിസിനസ് വോളിയം എന്ന് പറയുന്നത് 50 ആണെന്ന് വിചാരിക്കും. പകുതി DP പ്രൈസിന്റെ 50% ആണ് അതിന്റെ ബിസിനസ്. ഓക്കെ, ആ 50%ന്റെ കാശ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പൈസ തരും. അപ്പൊ ഞാനിവിടെ പറഞ്ഞത് 50% പകുതിയോളം നമുക്ക് നമുക്ക് കിട്ടുന്നത് PV കിട്ടും. ചില പ്രൊഡക്റ്റിന് ചിലപ്പോൾ നമ്മൾ ഫുഡ് പ്രോഡക്ട്സ്, FMCG വരുന്ന ഫുഡ് പ്രോഡക്ട്സ്, പൾസസ്, സ്പൈസസ്, അത്തരം പ്രോഡക്റ്റിനൊക്കെ നമുക്ക് വോളിയം വളരെ കുറവാണ്. എമൗണ്ടിന്റെ DP പ്രൈസിന്റെ 10%. വെൽനസ് കാറ്റഗറിയിലേക്ക് ഇപ്പൊ വരുന്ന സമയത്താണ് നമുക്കവിടെ വോളിയം കൂടുതൽ കിട്ടുക. 85% വരെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആവറേജ് നമുക്കൊരു 40% പറയാം. അതായത് നിങ്ങളൊരു 100 രൂപേന്റെ പർച്ചേസ് ചെയ്യുമ്പോൾ 40 ബിസിനസ് പോകും. 1000 രൂപേന്റെ പർച്ചേസ് ചെയ്യുമ്പോൾ 400 ഉണ്ടാവും. കൂടാനും ചാൻസ് ഉണ്ട്, കുറയാനും ചാൻസ്. കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ ബേസ് ചെയ്ത് ഇപ്പൊ കോമൺ ആയിട്ട് നമ്മൾ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആവറേജ് 40 rupees 40% ഓഫ് വോളിയം നമുക്ക് ജനറേറ്റ് ചെയ്യും. ക്ലിയർ? അപ്പൊ ഇത് മനസ്സിലാക്കുക. അപ്പൊ നമുക്കൊരു ആവറേജ് ഒരു BV എന്ന് പറയുമ്പോൾ 2.5 രൂപ, 1.5 rupees 10 rupees വരുന്നുണ്ടാവും. 1000 BV എന്ന് പറയുമ്പോൾ 2500 രൂപ ഉണ്ടാവും. ആവറേജ് ആണ്. ഇത് കൂടാനും ചാൻസ് ഉണ്ട്, കുറയാനും ചാൻസ് ഉണ്ട്. നിങ്ങൾ പ്രൊഡക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് 2500 ഉണ്ടാവും 1000 BV എന്ന് പറയുന്നത്. CTO എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ടേൺ ഓവർ എന്ന് പറയും. ചില വാക്കുകൾ നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടാവും. CTOs, കമ്പനീസ് ടേൺ ഓവർ. CP ബോണസ് എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻ ബോണസ് എന്ന് പറയും. RP എന്ന് പറഞ്ഞാൽ റിവാർഡ് പോയിന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പോയിന്റുകളൊക്കെ, ഈ വാക്കുകളൊന്നും മനസ്സിലാക്കി വെച്ചാൽ എന്താണ്, എങ്ങനെയാണ്. അപ്പൊ ഇനി മുന്നോട്ട് പോണ സമയത്ത് നമ്മൾ PV തന്നെ പറയും. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിയില്ല, അതിന്റെ സമയം ഉണ്ടാവില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻകം പ്ലാൻ ഇൻ ഇൻഡസ്ട്രി. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നല്ല പ്ലാനുകൾ കൊടുക്കുന്ന ഒരുപാട് കമ്പനി. അപ്പൊ അവര് അത്തരം കമ്പനികളുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് പ്ലാനാണ് നമുക്ക് ഡിസൈൻ ചെയ്തത്. അതായത് ഒരു കമ്പനിയാണ് തീരുമാനിക്കുക ആ കമ്പനിയുടെ ബിസിനസ് കൂടത്തിന്റെ എത്ര ശതമാനം പേ ഔട്ട് റേഷ്യോ കൊടുക്കാൻ പറ്റും. നമുക്ക് 95%
വോളിയത്തിന്റെ പേ ഔട്ട് നമുക്ക് തരുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. കാരണം പല കമ്പനിയിലും പല ഡിഫറെന്റ് ആയിട്ടാണ്. ചില കമ്പനികൾ 72% കൊടുക്കുന്ന പേ ഔട്ട് കൊടുക്കുന്ന കമ്പനിക്ക് ബിസിനസ് വോളിയത്തിൽ, ചില കമ്പനികൾ 60% കൊടുക്കുന്നവർ, ചില ഒരു 100ന്റെ മുകളിൽ കൊടുക്കുന്നവർ. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് വോളിയം, ആവറേജ് വോളിയം എത്രയാണെന്ന് നോക്കണം. അപ്പൊ നമ്മുടെ ആവറേജ് വോളിയം 40%. 40%ത്തിന്റെ 95% നമ്മൾ പേ ഔട്ട് ചെയ്യുന്നത്. അതായത് ഒരു 38 രൂപയൊക്കെ നമ്മൾ 100 രൂപ എടുക്കുമ്പോൾ 38 രൂപ എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു 38 റുപ്പീസ് ഒക്കെ നമ്മൾ പേ ഔട്ട് ചെയ്യുന്നത്. ചില കമ്പനികൾ മാക്സിമം നമുക്ക് ഒരു കമ്പനിക്ക് 40 വരെ കൊടുക്കാൻ പറ്റുമെന്നാണ്. അതിന് മുകളിലേക്ക് പോകാൻ പറ്റില്ല. അപ്പം വോളിയത്തിന്റെ 95% നമ്മൾ കൊടുക്കുന്നത്. പല കമ്പനിയുടെ ആവറേജ് വോളിയം ഡിഫറെന്റ് ആയിരിക്കും. ചില കമ്പനി 35% ആയിരിക്കും ആവറേജ്, അതിന്റെ എത്ര ആയിരിക്കും കൊടുക്കുക. ചിലതിന് 50% ആയിരിക്കും, അതിന് എത്ര ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 95% ബിസിനസ് വോളിയത്തിന് കൊടുക്കും. അതായത് ഓൾമോസ്റ്റ് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് പേ ഔട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, 3 രീതിയിൽ നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാം. കസ്റ്റമർ ആയിട്ട് നിൽക്കാം, നിലനിന്ന് പോവാം, വേറെ എക്സ്ട്രാ സ്ട്രഗിളിംഗ് എഫേർട്ട് ഒന്നും എടുക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കസ്റ്റമർ നമുക്ക് ഈ ബിസിനസ് ചെയ്യാം. പ്രൊഡക്റ്റുകൾ വാങ്ങുന്നു, ഉപയോഗിക്കുന്നു, വേറെ ഒന്നും ചെയ്യണ്ട. നെക്സ്റ്റ് റീറ്റെയിലേഴ്സ് ആണ്. റീറ്റെയിലർ ആയിട്ട് മാറാം. അതായത് ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽപ്പന നടത്തുന്ന ഒരാളായിട്ട് മാറാൻ പറ്റും. വാങ്ങുന്നു, വിൽക്കുന്നു. ആ ഡിഫറൻസ് MRP DP ഡിഫറൻസ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ മൂന്നാമത്തേത് ഇൻഡിപെൻഡന്റ് ബിസിനസ് ഓണർ എന്ന് പറയും, IBO എന്ന് പറയും. നിങ്ങൾക്കൊരു ബിസിനസ് ഓണറായിട്ട് മാറാൻ പറ്റും. ഓക്കെ, ഇൻഡിപെൻഡന്റ് ബിസിനസ് ഓണർ, പേര് തന്നെ ഉണ്ടല്ലേ. സ്വതന്ത്രമായിട്ട് സ്വതന്ത്ര ബിസിനസ് സംരംഭകനാവാൻ പറ്റും. സ്വതന്ത്ര സംരംഭകൻ എന്നാണ്. ആദ്യം നമുക്ക് കസ്റ്റമർ അല്ലെങ്കിൽ റീറ്റെയിലർ ബെനിഫിറ്റ്സിലേക്ക് നോക്കാം. എന്തൊക്കെയാണ് കസ്റ്റമർ അല്ലെങ്കിൽ ഒരു റീറ്റെയിലർ കിട്ടുന്ന ബെനിഫിറ്റ്സ്? ഇത് എല്ലാവർക്കും കിട്ടും, പ്രൊഡക്റ്റ് വാങ്ങിയാൽ. ഇതിൽ ആകെ നമ്മൾ ചെയ്യേണ്ടത് കസ്റ്റമർ ആവാനും റീറ്റെയിലർ ആവാനും ചെയ്യേണ്ട കാര്യം, കസ്റ്റമർ ആവണമെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കും, റീറ്റെയിലർ ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നതിന്റെ കൂടെ മറ്റുള്ളവർക്ക് വിൽക്കാം. ആദ്യത്തെ എന്ന് വെച്ചാൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ ബെറ്റർ ഹെൽത്ത് നമുക്ക് കിട്ടും. കാരണം ഹോസ്പിറ്റൽ ബില്ലുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം അത് നമുക്ക് അക്കൗണ്ടബിൾ അല്ല. ഒരു മാസം ഇത്ര ഹോസ്പിറ്റൽ ബില്ല് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ അക്കൗണ്ടബിൾ അല്ല, അൺഅക്കൗണ്ടബിൾ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോകുന്നത് കുറയ്ക്കാൻ പറ്റും. കാരണം നല്ല ബെറ്റർ ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ ബെനിഫിറ്റ്സ് അതാണ്. 2, ഡിസ്കൗണ്ട് അല്ലെങ്കിൽ റീറ്റെയിൽ മാർജിൻ. ഞാൻ പറഞ്ഞു 10 മുതൽ 40% വരെയാണ് MRP നിന്നും DP കിട്ടുന്ന വ്യത്യാസം. MRP ഇപ്പൊ 100, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു എമൗണ്ട് ആണെങ്കിൽ അതിന്റെ ഇപ്പൊ ഒരു മിനിമം 10 മുതൽ മാക്സിമം 40% വരെ വ്യത്യാസമുണ്ടോ MRP DP തമ്മിൽ, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ 1000 BV എന്ന് പറഞ്ഞാൽ ആവറേജ് 2500 രൂപയാണ്. ഇപ്പൊ 2500 ആവറേജ് DP ആണ് അല്ലെ, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിംഗ് ആണ്. അതിന്റെ MRP വരുമ്പോ നമുക്ക് അവിടെ 3000 രൂപ MRP വരും, 3000 rupees. അങ്ങനെ ആവുന്ന സമയത്ത് അവിടെ ആവറേജ് 20% ആണ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ റീറ്റെയിൽ മാർജിൻ ഞാൻ കാണിച്ചു, 20%. അവിടെ 40 ഇല്ല 10 ഇല്ല, അതിന്റെ ആവറേജ് ആണ്. അങ്ങനെ ആകുമ്പോൾ 500 രൂപ നമുക്ക് അവിടെ ഡിസ്കൗണ്ട് കിട്ടിക്കഴിഞ്ഞു. അതായത് 2500 കിട്ടിയ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ ഈ സെല്ല് ചെയ്യണമെങ്കിൽ വിറ്റിട്ട് കാശാക്കാം. 3000 രൂപയ്ക്ക് കൊടുത്ത് നിങ്ങൾക്ക് കാശാക്കി മാറ്റാം. 500 രൂപ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും, റീറ്റെയിൽ ചെയ്യും, ഇത് കാശുണ്ടാകും. ഇനി അതല്ല ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ ഇത് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ എമൗണ്ട് ആണ് നമ്മൾ നോക്കേണ്ടത്. 2500 രൂപ അവരേജ് പർച്ചേസ് ചെയ്യുമ്പോൾ MRP നോക്കുന്ന സമയത്ത് ഒരു 3000 രൂപയുടെ MRP പ്രോഡക്ട്സ് ഉണ്ടാവും. ക്ലിയർ. ഇനി മന്ത്ലി വാലറ്റ്, കമ്പനി നമുക്കൊരു മന്ത്ലി വാലറ്റ് ക്രിയേറ്റ് ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങുന്ന പർച്ചേസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു മന്ത്ലി വാലറ്റിലേക്ക് ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയിട്ട് പ്രോഡക്ട്സുകൾ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, എങ്ങനെയാന്ന് വെച്ചാൽ അതിന് മിനിമം 1000 BVയുടെ പ്രോഡക്ട്സ് എടുക്കും. 1000 BV എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞ 2500 രൂപയുടെ ഫിഗർ. 1000 BVക്ക് ആവറേജ് 2500 രൂപ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 1000 BVയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ 300 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ കിട്ടും. ആവറേജ് MRP 360. ഇനി 2000 BVയുടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 2000 BV എന്ന് പറയുമ്പോൾ 5000 രൂപയുടെ എമൗണ്ട് ഉണ്ടാവും. 600 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. MRP നോക്കുന്ന 720 രൂപ MRP. ഓക്കെ,
3000 PV. 3000 PV എന്ന് പറയുമ്പോൾ 7500 രൂപയുടെ പ്രൊഡക്റ്റ് ഉണ്ടാവും. 900 രൂപ 7500 ആവറേജ് ആണ്. 900 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. MRP നോക്കുമ്പോൾ ആവറേജ് ഒരു 1080 രൂപ MRP പ്രൊഡക്റ്റ് ഫ്രീ. 4000 PV എന്ന് പറയുമ്പോൾ 10000 രൂപയുടെ പ്രൊഡക്റ്റ് ഉണ്ടാവും. ആവറേജ് 10000 ആണ്. 1200 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. ആവറേജ് 1440 രൂപ MRPയുടെ പ്രൊഡക്റ്റ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ബില്ല് ചെയ്യുന്ന സമയത്ത് ഫ്രീ കിട്ടും. ബില്ലിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു കലണ്ടർ മന്താണ്. ഓക്കെ, കലണ്ടർ മന്ത് എന്ന് പറയുമ്പോൾ 1-ാം തീയതി തൊട്ടിട്ട് മാസാവസാനം വരെ. 31-ാം തീയതി ആവാം, 30 ആവാം, 29 ആവാം, 28 ആവാം. ഫെബ്രുവരി മാസം ഉണ്ടല്ലോ. അപ്പൊ കലണ്ടർ മന്ത്. ബില്ലിംഗ് എന്ന് പറയുന്നത് ഒറ്റ ബില്ലിംഗ് വേണമെന്നില്ല, ആ മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താണ്. ടോട്ടൽ മൾട്ടിപ്പിൾ ചെയ്താണ് ഇല്ലേ. എല്ലാം കൂടി കൂട്ടുന്ന സമയത്ത് ആഡ് ഓൺ ചെയ്യുന്ന സമയത്ത് ആ എമൗണ്ട് വന്നാൽ മതി. PV വന്നാൽ മതി, എമൗണ്ട് അല്ല PV. ഓക്കെ, ഇനി ഫ്രീ പ്രൊഡക്റ്റ് എങ്ങനെ കിട്ടുക? ഫ്രീ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും ഫ്രീ എടുക്കാൻ പറ്റും. എങ്ങനെ? നമ്മുടെ പൾസസും റൈസ് ബ്രാൻ ഓയിൽ ഒഴികെ. റൈസ് ബ്രാൻ ഓയിൽ നമുക്ക് 1 ലിറ്റർ ഉണ്ട്, 2 ലിറ്റർ ഉണ്ട്, 5 ലിറ്റർ. ഒരു 3 പ്രൊഡക്റ്റ്. പൾസസ് എന്ന് പറയുമ്പോൾ നമ്മളെ ധാന്യങ്ങൾ, കടല, ചെറുപയർ, പരിപ്പ്, ഉഴുന്ന്, അത്തരത്തിലുള്ള പ്രൊഡക്റ്റ്. 8 പ്രൊഡക്റ്റുകൾ അങ്ങനെ വരും. 8 3 11 പ്രൊഡക്റ്റുകൾ ഒഴികെ ബാക്കി വരുന്ന ഏത് പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഫ്രീയിൽ എടുക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏത് വേണമെങ്കിൽ എടുക്കാം. ഈ 11 പ്രൊഡക്റ്റ് ഒഴികെ. കാരണം നമുക്ക് 400-ലധികം പ്രൊഡക്റ്റുകൾ, ബാക്കി ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് കൺസിസ്റ്റൻസിയാണ്. കണ്ടിന്യൂസ് ബേസ് ചെയ്തിട്ടുള്ള പർച്ചേസ്. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ സ്ഥിരത. അപ്പൊ സ്ഥിരമായ പർച്ചേസിനെ ബേസ് ചെയ്തിട്ട് കമ്പനി നമുക്ക് ഓഫറുകൾ വരും. എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ 1000 PV പർച്ചേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു 1000 PVന്റെ കണക്കാണ് അവിടെ പറഞ്ഞത്. നേരത്തെ ഞാൻ പറഞ്ഞു 300 രൂപയുടെ പ്രൊഡക്റ്റ് ഉണ്ട്. അത് കൂടാതെ നമ്മളൊരു 4 മാസത്തെ പർച്ചേസ്, ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ചിത്രത്തിൽ കാണാൻ പറ്റും. മന്ത് 1 1000 PV, ആവറേജ് 2500. മന്ത് 2 1000, ആവറേജ് 2000. അങ്ങനെ 4 മാസം എടുക്കുമ്പോൾ 4000 PVയുടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. 10000 രൂപ ആവറേജ് എമൗണ്ടിന്റെ പർച്ചേസ് ചെയ്യും 4 മാസം. കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ അവിടെ നിങ്ങൾ നോക്കുക. 1 മുതൽ 4 മാസം വരെ നിങ്ങൾ 1000 PVക്ക് ചെയ്യുമ്പോൾ 5-ാമത്തെ മാസം 1000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഫ്രീ കിട്ടും. MRPയിലേക്ക് നോക്കുന്ന സമയത്ത് 1200. ഇനി 5 മുതൽ 8 മാസം വരെ 5, 6, 7, 8 അടുത്ത 4 മാസം എടുക്കുമ്പോൾ 9-ാമത്തെ മാസം നിങ്ങൾക്ക് വീണ്ടും 1000 രൂപ ഉൽപ്പന്നം കിട്ടും. 1200 MRP കിട്ടും. 9 മുതൽ 12 മാസം വരെ 9, 10, 11, 10 4 മാസം. 13-ാമത്തെ മാസം വീണ്ടും 1000 കിട്ടും. 1200 MRP കിട്ടും. അങ്ങനെ ടോട്ടൽ 3000 രൂപ നമുക്ക് DP പ്രൈസിൽ കിട്ടും. MRP നോക്കുന്ന സമയത്ത് 3600 രൂപ. ഇയർലി കൺസിസ്റ്റൻസി ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു വർഷമാവുമല്ലോ, കമ്പനി 2000 രൂപയുടെ DP പ്രൈസിന്റെ പ്രൊഡക്റ്റുകൾ അഡീഷണൽ ഫ്രീ വീണ്ടും 2400 MRP. ടോട്ടൽ നമ്മൾ എടുക്കുമ്പോൾ 5000 രൂപ DP പ്രൈസ് ഉണ്ടാവും. 6000 രൂപ MRP. ഒരു മാസത്തേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 417 രൂപ DP പ്രൈസ്, 500 രൂപ MRP. ഓക്കെ, ഒരു മാസത്തേക്കുള്ള കാൽക്കുലേഷൻ എന്ന് പറയും. അപ്പൊ 1000 PVയുടെ പർച്ചേസ് ഒരു വർഷം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഒരു മാസം നിങ്ങൾക്ക് 417 രൂപയുടെ ഉൽപ്പന്നം ഫ്രീ ആയിട്ട് കിട്ടും. MRPയിലെ 500 രൂപ. ഇതിലെ ആദ്യത്തെ പർച്ചേസ് മാത്രമാണ്. ഫസ്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് മന്ത് വരെ സമയമുണ്ട്, മാസാവസാനം വരെ ഉണ്ടാവും. ഓക്കെ, അടുത്ത സെക്കൻഡ് മന്ത് തൊട്ടിട്ട് ബാക്കി 11 മാസത്തെ നിങ്ങളെ പർച്ചേസ് എല്ലാ മാസവും 15-ാം തീയതി ഉള്ളിലായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതാണ് ഇതിന്റെ ക്രൈറ്റീരിയ. എല്ലാ മാസം എവറി മന്ത് 15th നമ്മൾ പർച്ചേസ് കംപ്ലീറ്റ് ചെയ്യണം. ബില്ലിംഗ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആണ്. എല്ലാം കൂടി ടോട്ടൽ വന്നാൽ മതി. ഒറ്റ ബില്ലിംഗ് ആവണമെന്നില്ല, ആ പീരീഡിനുള്ളിൽ വന്നാൽ മതി. ഓക്കെ, പിന്നെ ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ എടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ റൈസ് ബ്രാൻ ഓയിലും ധാന്യങ്ങളും ഒഴികെ ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അത് കൺസിസ്റ്റൻസിക്ക് അടുത്ത സ്ലാബ് ഉണ്ട്. 1000 മാത്രമല്ല, 2000-ന്റെ സ്ലാബ് ഉണ്ട്. വീണ്ടും ഒരു സ്ലാബ് ഉണ്ട് 5000. ഇപ്പൊ 2000-ന്റെ സ്ലാബ് ആണെങ്കിൽ ആവറേജ് 5000 രൂപന്റെ പർച്ചേസ്. ഓരോ മാസവും ആവറേജ് 5000 രൂപന്റെ പർച്ചേസ്, അതായത് 2000 PVന്റെ പർച്ചേസ് ചെയ്യാൻ മതി. അങ്ങനെ 4 മാസം കൂടുമ്പോൾ 5-ാമത്തെ മാസം ഇവിടെ കാണാൻ പറ്റും 2000 രൂപയുടെ ഉൽപ്പന്നം ഫ്രീ ഉണ്ടാവും. MRP നോക്കുമ്പോൾ 2400. അടുത്ത 4 മാസം എടുക്കുമ്പോൾ 9-ാമത്തെ മാസം വീണ്ടും 2000, MRP 2000. അടുത്ത 4 മാസം എടുക്കുമ്പോൾ 13-ാമത്തെ മാസം 2000 കിട്ടും, 2400 MRP. ടോട്ടൽ നമ്മൾ എടുക്കുമ്പോൾ ഇയർലി ആയിട്ട് നമ്മൾ കമ്പനി വീണ്ടും ഫ്രീ തരും. 4000 രൂപയുടെ പ്രൊഡക്റ്റ്, 4800 MRP ഉണ്ടാവും. ടോട്ടൽ എടുക്കുന്ന സമയത്ത് 10000 രൂപയുടെ പ്രൊഡക്റ്റുകൾ ഫ്രീ കിട്ടും. 12000 രൂപ MRP. ഒരു മാസത്തേക്ക് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നു 834 രൂപയുടെ പ്രൊഡക്റ്റ്. MRP നോക്കുമ്പോൾ 1000 രൂപയുടെ പ്രൊഡക്റ്റ് ഒരു മാസം ഫ്രീ കിട്ടും. അപ്പൊ എല്ലാ മാസവും 2000 PVയിലേക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് എവറി മന്ത് ഒരു മാസം 834 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ഉണ്ടാവും. 1000 രൂപ MRP നോക്കുമ്പോൾ 1000 രൂപ.
നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ മാസത്തെ പർച്ചേസ് മന്ത് ബാക്കി വരുന്നത് 15-ാം തീയതിയിലായിട്ട് പർച്ചേസ്. പ്രീ പ്രൊഡക്റ്റ് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് റൈസ് ബ്രാൻഡ് തൊഴിലെടുക്കാം. ഇതാണ് 1000-ന്റെ സ്ലാബ് കഴിഞ്ഞ് 2000-ന്റെ സ്ലാബ് കഴിഞ്ഞു. ഇനി 5000-ന്റെ സ്ലാബ്, ഒരു സ്ലാബ് കൂടി. കാരണം നമ്മളെല്ലാവരും നെറ്റ്വർക്കേഴ്സ് എല്ലാവരും നെറ്റ്വർക്കിൽ ഫോക്കസ് ചെയ്ത് പോകുന്നു. കൂടുതൽ ആളുകളും 3 ടൈപ്പ് ആളുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കസ്റ്റമേഴ്സ് നിൽക്കുന്ന ആളുകളുണ്ടാവും, റീറ്റെയിൽ ചെയ്യുന്ന ആളുകൾ. അപ്പൊ റീറ്റെയിൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് പ്രോഡക്റ്റുകൾ വാങ്ങുന്നു വിൽക്കും. അപ്പൊ അവർക്കായിരിക്കും ഒരുപക്ഷെ ഈ മൂന്നാമത്തെ സ്ലാബ് ഉപകാരപ്പെടും. കസ്റ്റമേഴ്സ് ഈ 12,000 15,000 രൂപയുടെ പ്രൊഡക്റ്റ് ഒന്നും എല്ലാ മാസവും കസ്റ്റമർ ആയ ഒരാൾ പൊതുവെ എടുത്തോളുന്നില്ല. നമ്മുടെ ടോട്ടല് നോക്കുന്ന സമയത്ത് എടുക്കുന്നവരുണ്ടാവാട്ടോ. അപ്പൊ എന്തായാലും ഒരു റീറ്റെയിൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ മാസവും ഒരു 15,000 20,000 രൂപയുടെ പ്രൊഡക്റ്റ് റീറ്റെയിൽ എന്ന് പറയും. അങ്ങനെ അവർക്ക് കുറവാണെങ്കിൽ അവർക്ക് ഒരു 5,000 രൂപയുടെ പ്രൊഡക്റ്റ്, 5,000 BV ആവറേജ് എമൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ 12,500 rupees. അങ്ങനെ ഒരു 4 മാസം കണ്ടിന്യൂസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏകദേശം 50,000 രൂപയുടെ പർച്ചേസ് അവർ ചെയ്തിട്ടുണ്ടാവും. BV എന്ന് പറയുമ്പോൾ 20,000 BV ആയി. അങ്ങനെ നോക്കുമ്പോൾ ഓരോ 4 മാസം കൂടുമ്പോഴും 5-ാമത്തെ മാസം 4,000 രൂപയുടെ പ്രൊഡക്റ്റുകൾ വെച്ച് ചെയ്യും. 4,800 MRP ഉണ്ടാവും. ഓക്കെ, അടുത്ത 4 മാസം പർച്ചേസ് ചെയ്യുമ്പോൾ 30-ാമത്തെ മാസം വീണ്ടും 4,000, 12 അടുത്ത മാസം എടുക്കും വീണ്ടും 4,000. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 12,000 രൂപയുടെ പ്രൊഡക്റ്റ് ഒരു വർഷം ഫ്രീ. പ്ലസ് കമ്പനി ഇയർലി കൺസിസ്റ്റൻസി 8,000 രൂപ വീണ്ടും തരും. അങ്ങനെ എടുക്കുന്ന സമയത്ത് ടോട്ടലി നിങ്ങൾക്ക് 20,000 രൂപയുടെ പ്രൊഡക്റ്റ് ഒരു മാസം ഒരു വർഷം കൊണ്ട് ഫ്രീ വരികയാണ്. 24,000 MRP ഉണ്ടാവും. ഒരു മാസത്തേക്ക് എടുക്കുമ്പോൾ 1,666 രൂപയുടെ പ്രൊഡക്റ്റുകൾ ഫ്രീ ആണ്. MRP നോക്കുമ്പോൾ 2,000 രൂപ MRP 2,000 rupees ആണ്. അപ്പൊ ഇതാണ് കൺസിസ്റ്റൻസിയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു മാസം 1,666 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ വെച്ച് തരും. അതിന് നമ്മൾ 5,000 BVയുടെ പ്രൊഡക്റ്റ് വെച്ച് പർച്ചേസ് ചെയ്യും. അങ്ങനെ 3 സ്ലാബുകളാണ്, 1000 BV, 2,000 BV, 5,000 BV കൺസിസ്റ്റൻസി. ഇത് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ക്യാഷ് ബാക്ക് ബെനിഫിറ്റ്സ്. ക്യാഷ് ബാക്ക് എന്ന് പറയുമ്പോൾ കമ്പനി 7%, ടോട്ടൽ എണ്ണ പറഞ്ഞാൽ 5% ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നത്. പക്ഷെ ഇവിടെ കൊടുക്കുന്നത് എങ്ങനെയാണ്? 7%. അതെങ്ങനെയാന്ന് വെച്ചാല് എത്ര വോളിയമാണോ നമ്മുടെ പേഴ്സണൽ ഐഡിയിലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അതിന്റെ 7% നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ. അതായത് നമ്മളൊരു 1000 BVയുടെ പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 70 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ, 1,500 രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന ആളാണെങ്കിൽ 105 രൂപ, 2,000 പർച്ചേസ് 140 രൂപ, അങ്ങനെ മിനിമം 1000 BV മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എത്ര വോളിയമാണോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് അതിന്റെ 7% നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ടോട്ടൽ ഓൾ ഓവർ കണക്ക് നോക്കാം. ഒരു ബ്രാൻഡ് നമ്മൾ പർച്ചേസ് ചെയ്യണം 3,000 രൂപയ്ക്ക്. നമ്മൾ പുറത്തുനിന്ന് എല്ലാ മാസവും നമ്മളൊരു 12 മാസത്തേക്ക് പർച്ചേസ് 36,000 രൂപയുടെ പർച്ചേസ്. അപ്പൊ ഒരു ആവറേജ് ഞാൻ പറയുന്നത് എന്തായാലും ഒരു മിനിമം 3,000 രൂപയുടെ പർച്ചേസ് എല്ലാ മാസവും ഒരു കുടുംബത്തിന് വേണം. മിനിമം പർച്ചേസ് സാധാരണ ഒരു കുടുംബത്തിന്റെ അവസ്ഥയാവും. ഓക്കെ, അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഒരു കടയിൽ നിന്ന് എടുക്കുമ്പോൾ 36,000 രൂപ ഒരു വർഷം കൊണ്ട് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുക 1000 BV എന്ന് പറയുമ്പോൾ ആവറേജ് 2,500, MRP 3,000 ഉണ്ടാവും. നിങ്ങളുടെ 3,000 പേയ്മെന്റ് ചെയ്യേണ്ട. 500 രൂപ ഡിസ്കൗണ്ട് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ് 12 മാസത്തിൽ 6,000 രൂപയുടെ ഡിസ്കൗണ്ട് വിൽക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. ഉൽപ്പന്നങ്ങൾ ഫ്രീ പ്രൊഡക്ട്സ് ഓൾറെഡി 300 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. 1000 BVക്ക് 12 മാസത്തിൽ 3,600 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. നമ്മുടെ വില DP പ്രൈസ്. ക്യാഷ് ബാക്ക് ആയിട്ട് ഞാൻ പറഞ്ഞു 70 രൂപ വിൽക്കും. 12 മാസത്തേക്ക് 840 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യും. മന്ത്ലി കൺസിസ്റ്റൻസി ആയിട്ട് ഓരോ 4 മാസം കൂടുമ്പോൾ 1000 രൂപന്റെ ഉൽപ്പന്നങ്ങൾ ഫ്രീ കിട്ടും. 3 തവണ കിട്ടും 3,000 പ്ലസ് കമ്പനി ഇയർലി കൺസിസ്റ്റൻസി 2,000. ടോട്ടൽ നോക്കുന്ന സമയത്ത് 15,040 രൂപയുടെ ബെനിഫിറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തേക്കുള്ള അക്കൗണ്ട് നമ്മൾ എടുക്കുമ്പോൾ 1,287 രൂപയെ നമുക്ക് വരുന്നുള്ളൂ. പക്ഷെ 2,500 നമ്മൾ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓൾറെഡി ആദ്യം കൊടുത്താലേ നമുക്ക് ഈ ബെനിഫിറ്റ് കിട്ടൂ. ശരി തന്നെ. പക്ഷെ നമ്മൾ പകുതിയിലധികം നമുക്ക് തിരിച്ചു കിട്ടുക, റിട്ടേൺ ആയിട്ട് കിട്ടുക. അപ്പൊ ഇത് നമ്മൾ നോക്കേണ്ടത് മറ്റ് പല ബ്രാൻഡുകളായിട്ട് നമ്മൾ ഒരു ട്രഡീഷണൽ വേല പോകുന്ന പല ബ്രാൻഡുകളും ആയിട്ട് നമ്മൾ കമ്പാരിറ്റീവ്ലി സൂപ്പർ മാർക്കറ്റ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? അവർ കൊടുക്കുന്നത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അഡ്വർടൈസിംഗ് കമ്പനികൾക്കും സെലിബ്രിറ്റീസിനും കാശ് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇത് തരാൻ പറ്റില്ല. പക്ഷേ ഈ ബെനിഫിറ്റ്സ് ഒക്കെ എടുക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്കൊക്കെ പോവാം. കാരണം കമ്പനി ഇടയ്ക്കിടയ്ക്ക് വലിയ വലിയ ഓഫറുകളൊക്കെ കൊടുക്കും. ആ റീറ്റെയിൽ ഒരു സൂപ്പർ മാർക്കറ്റ്സ് അവർക്കൊക്കെ ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ കസ്റ്റമറായി നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ അവിടെയാണ് HHIയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കസ്റ്റമർ ബെനിഫിറ്റ്സ് നമുക്ക് തരിക. ക്ലിയർ? അപ്പൊ ഇതാണ് ഒരു ഡീറ്റെയിൽഡ് കസ്റ്റമർ ബെനിഫിറ്റ്സ് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഏതൊരാൾ വന്നു കഴിഞ്ഞാലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു 3 ടൈപ്പ് ആളുകളാണ് ബിസിനസ്. ഓക്കെ,
അടുത്തതാണ് ഒരു ഇൻഡിപെൻഡന്റ് ബിസിനസ് ഓണർ. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആസ് എൻ ഇൻഡിപെൻഡന്റ് ബിസിനസ്. അപ്പൊ എന്തിനാണ് ഒരു നെറ്റ്വർക്കിന്റെ പവർ എന്ന് പറയുന്നത്? എന്താണ് നെറ്റ്വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇന്ന് ലോകത്തിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആളുകൾ, വെൽത്ത് എന്ന് പറയുന്നത് സമ്പത്ത്, അല്ലെങ്കിൽ നമ്മളൊരു ഒറ്റ വേർഡ് പറയുകയാണെങ്കിൽ പണം മേക്ക് ചെയ്ത്, മണി മേക്ക് ചെയ്ത ആളുകൾ ചെയ്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് നെറ്റ്വർക്കാണ്. ഒറ്റയ്ക്കല്ല, ഇന്ന് ആരും ഒറ്റയ്ക്ക് ചെയ്തിട്ടല്ല പണക്കാരനാവുന്നത്. അവർ ചെയ്തത് ഒരു സിസ്റ്റം അവരെ പുറകിലുണ്ടാവും. സിസ്റ്റം, ആ സിസ്റ്റം രണ്ട് രീതിയിലാവും. ഫ്രാഞ്ചൈസി മോഡൽ ആവാം, പീപ്പിൾ ഫ്രാഞ്ചൈസി ആവും, പല രീതിയിലാവാം. സ്റ്റാഫിന്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്തിട്ടായിരിക്കും സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെ വേണമെങ്കിലും ആവാട്ടോ. അപ്പൊ ആ സിസ്റ്റത്തിൽ അപ്പൊ ഞാൻ പറയുന്നു, ഒരാള് 10 മണിക്കൂർ വെച്ച് ജോലി ചെയ്യുന്നത് നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി, ഒരു അതായത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാഫ് ഉണ്ട്, 1000 സ്റ്റാഫ് 10 മണിക്കൂർ വെച്ച് ജോലി, 10,000 മണിക്കൂറാണ് ഒരു ദിവസത്തെ നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു ലീവറേജിങ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ സ്കെയിലബിലിറ്റി ആണ്. അപ്പൊ നമുക്ക് ചില ബ്രാൻഡുകൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ മെക്ഡോണൾഡ്സ് എന്ന് പറയുന്ന ബ്രാൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസി നെറ്റ്വർക്കാണ്. ഫസ്റ്റ് നമ്പർ 1 അവരാണ്. US സ്റ്റാർട്ട് ചെയ്തൊരു ബ്രാൻഡാണ്. ഇന്ന് ഓൾമോസ്റ്റ് മിക്ക മേജർ സിറ്റീസിലും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ മേജർ സിറ്റീസിലൊക്കെ മെക്ഡോണൾഡ്സ് 1, 2, 3, 4, 5 ഷോറൂമുകൾ. അപ്പൊ ഇവിടെയൊക്കെ അവര് പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ അനുസരിക്കാൻ തയ്യാറാവും. നമ്മൾ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തുടങ്ങാം, പക്ഷെ അവർക്ക് ഇത്തരം ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ മെക്ഡോണൾഡ്സ് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ബിസിനസിന്റെ ടേൺ ഓവർ കണക്കൊക്കെ അവിടെ ഉണ്ടാവും. അതിന് ചെറിയ ലാഭത്തിന്റെ വീതം അവരെ ഒറിജിനൽ ആരാണോ അത് ഓൺ ചെയ്യുന്നത് അവരിലേക്ക് പോകുന്നു. സ്റ്റാർബക്സ്, KFC, ബർഗർ കിങ്, അങ്ങനെ ഒരുപാട് കാര്യം. ശരവണ ഭവൻ സൗത്ത് ഇന്ത്യ ഒരു റീറ്റെയിൽ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആണ്. ക്ലിനിക്കുകളുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഉദാഹരണങ്ങളാണ്. കെയർ ബേക്കറി, അമൂലിന്റെ ഫ്രാഞ്ചൈസി എടുക്കാം. അപ്പൊ ഇതൊക്കെ ഫ്രാഞ്ചൈസി കൊടുത്തുകൊണ്ട് നിങ്ങളുടെ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങളുടെ നിലവിലുള്ള സ്റ്റാഫിന്റെ എണ്ണം കൂട്ടിയിട്ടും നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ, ഫ്രാഞ്ചൈസി കൂട്ടുമ്പോൾ എന്താ ബെനിഫിറ്റ്? കസ്റ്റമറുടെ എണ്ണമാണ് അവിടെ കൂടുന്നത് അല്ലെ. ഫ്രാഞ്ചൈസി കൂട്ടുന്ന സമയത്ത് അവിടെ കസ്റ്റമേഴ്സ് കൂടും. അങ്ങനെ നിങ്ങളെ ഗ്രോത്ത് കൂട്ടാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങൾ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ സ്റ്റാഫ് കൂടുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി സ്റ്റാഫും കൂടുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ എങ്ങനെ വേണമെങ്കിൽ നമ്മളെ കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ ഫ്രാഞ്ചൈസി കൊടുത്തുകൊണ്ട് അവിടെ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാം. ഫ്രാഞ്ചൈസി ഒന്നും കൊടുക്കാതെ ഇപ്പൊ നമ്മൾ അറിയാം, ഇപ്പൊ നമ്മളിപ്പോ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം യൂസ്, ഫേസ്ബുക്ക് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയില് ലൈവായ ആൾക്കാരാണ്. അപ്പൊ നമ്മൾ അതിൽ നോക്കുന്ന സമയത്ത് മാർക്ക് സുക്കർബർഗിന്റെ അക്കൗണ്ടിലേക്ക് ഓരോ സെക്കൻഡിലും കാശ് വന്നുകൊണ്ടിരിക്കുക, കോടികളാണ്. കാരണം നമ്മളെല്ലാവരുടെ സമയമാണ് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് അല്ലെ, സോഷ്യൽ മീഡിയയിൽ. ഒരു ദിവസം കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ വരും. അപ്പൊ അത് ഉണ്ടാക്കി വെച്ച സിസ്റ്റമാണ്. എന്നതുപോലെ ഇവിടെ ആപ്പി ഹെൽത്തിന്റെ നമുക്കൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിരുന്നു. ഈ സിസ്റ്റം എന്ന് പറഞ്ഞാല് നമുക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ 2 ലെഗ് ജനറേഷൻ പ്ലാൻ ആണ് കമ്പനി, 2 ലെഗ് ജനറേഷൻ പ്ലാൻ. ഓക്കെ, എന്താണ് ഈ 2 ലെഗ് ജനറേഷൻ പ്ലാൻ? പല ആൾക്കും തോന്നുന്നത് ബൈനറി ആണ്. പലപ്പോഴും നമ്മൾ പണ്ട് കേട്ട് പരിചയമുള്ള ഒരു പദ്ധതിയാണ് ബൈനറി പ്ലാൻ, സൺഫ്ലവർ പ്ലാൻ, ഹൈബ്രിഡ് പ്ലാൻ, പല രീതിയിൽ പ്ലാനുകൾ നമുക്ക് പോകും. അപ്പൊ ഇവിടെ 2 ലെഗ് ജനറേഷൻ പ്ലാൻ ഇത് എന്താ? 2 ലെഗ് എന്ന് പറഞ്ഞാല് ഈ രണ്ട് സ്ട്രക്ചറിൽ നമുക്ക് ബിൽഡ് ചെയ്ത് പോകാം. ആദ്യത്തെ സ്ട്രക്ചറിന് പ്രാധാന്യമൊന്നുമില്ല, പക്ഷെ കമ്പനി പറയുന്നത് മാത്രമേ ഞാൻ കാണിച്ചു. ഇതെന്താന്ന് വെച്ചാല് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട സിസ്റ്റം ഇതായിരിക്കും. നമുക്ക് ഓർഗനൈസേഷൻ 1ഉം 2ഉം 2 ഓർഗനൈസേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റൂ അല്ലെ. 1ഉം 2ഉം കാണാം, ക്ലിയർ. അപ്പൊ ഈ 2 ഓർഗനൈസേഷനിലൂടെ മാത്രമേ നമുക്ക് ഇവിടെ ടീം ബിൽഡ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന കസ്റ്റമർ കമ്മ്യൂണിറ്റീനെ ഈ 2 ഓർഗനൈസേഷനിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ മിനിമം ഒരു ഓർഗനൈസേഷനിൽ ഒരാളെ നമുക്ക് പറ്റും. ഡയറക്റ്റ് ഒരാളെങ്കിലും വേണം, മിനിമമാണ് ഞാൻ പറയുന്നത്. മാക്സിമം എത്ര പേരെങ്കിലും ഓർഗനൈസേഷൻ 1ലോ 2ലോ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്പോൺസർഷിപ്പ് ചെയ്യാൻ പറ്റണം. പക്ഷെ മിനിമം എത്ര ആളാണ്? ഒരാളെങ്കിലും. അപ്പൊ മാക്സിമം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ കാണിച്ച പോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യും. അതെന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എത്ര പേരായിക്കോട്ടെ, അതൊന്നും ഇവിടെ വിഷയമല്ല. ഓർഗനൈസേഷൻ 1ല് ഇപ്പൊ ഇവിടെ ഒരു 4 പേരെ ഞാൻ കാണിച്ചിട്ടുണ്ട്, A1, A2, A3, A4. ഈ 4 പേരും ചെയ്യുന്ന വോളിയം ഓരോരുത്തരും 1000 BV, 1000 BV, 1000 BV, 3000. ഇവർ 4 പേരും കൂടി ചെയ്ത് എത്രയാണ്? 6000 BVയുടെ ബിസിനസ് ആണ് ഇവിടെ ചെയ്തത്. ടോട്ടൽ അവിടെ 6000 BV. ഓർഗനൈസേഷൻ 2ല് നിങ്ങൾ നോക്കി 2000 BV, 4000 BV, എല്ലാവരും കൂടി ചെയ്തത് 11000 BV. അപ്പൊ ഓർഗനൈസേഷൻ 1ല് 6000, ഓർഗനൈസേഷൻ 2ല് 11000.
അപ്പൊ ഇതെന്താ ചെയ്തത് ഈ രീതിയിൽ. പക്ഷെ ഇവിടെ നമ്മൾ എന്താ കാണുന്നത്, ഇങ്ങനെ ഡയറക്റ്റ് സ്പോൺസർഷിപ്പിലാണ് ഇവർ ചെയ്തത്. ഇവിടെ ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഡയറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ എല്ലാവരും കൂടി ചെയ്തത് 6,000 ആണ്. ഇവിടെ എല്ലാവരും കൂടി ചെയ്തത് 11,000. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയേ, ഇത് ബൈനറി പ്ലാൻ എന്ന് പറയാൻ പറ്റില്ല. ഈ രീതിയിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ രീതിയിൽ ബിൽഡ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് നമുക്ക് കൂടുതൽ അഡീഷൻ കിട്ടാനൊന്നുമില്ല. പക്ഷെ ഇതിനെക്കാട്ടും ബെറ്റർ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചറായി. കാരണം നമുക്ക് ഡയറക്റ്റ് സ്പോൺസർഷിപ്പിൽ കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ എന്താണ്, നിങ്ങൾ ഡയറക്റ്റ് ഒരാളെ ഏജന്റിനെ കൊണ്ടുവന്നു, ഇപ്പൊ നിങ്ങൾക്ക് പുതിയൊരു ബന്ധം കിട്ടി. ആ ഒരു കണക്ഷൻ നിങ്ങൾ ആ ഒരു വ്യക്തിനെ നിങ്ങൾ ഏറ്റവും ആണെന്ന് വിചാരിക്കുക, അത് A1 സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു സ്ട്രക്ചർ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഡയറക്റ്റ് സ്പോൺസർഷിപ്പ് തന്നെ പോകുമ്പോൾ എല്ലാ ആളുകളെയും നിങ്ങൾ ഡയറക്റ്റ്ലി അവിടെ കൂടുതൽ സമയം അവിടെ ചെലവാകും, സ്പീഡ് കുറയും. പക്ഷെ അതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സെപ്പറേറ്റ് ഒന്നും തരാനും കമ്പനി സെപ്പറേറ്റ് അഡീഷണൽ ബെനിഫിറ്റ് ഒന്നും തരുന്നില്ല. ഓക്കെ. പക്ഷെ ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടി സ്പീഡാവും. മിനിമം ഞാൻ പറഞ്ഞു ഒരാൾ മതി, കൂടുതൽ കിട്ടുന്ന ആളുകളെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതൽ ഞാൻ പറഞ്ഞത് 100% ആളുകൾ ഇത് തന്നെയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടെന്നുള്ളൂ. കാരണം ഇത് പക്കാ ബൈനറി എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയാൻ കാരണം. ബൈനറി പ്ലാൻ ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് വേണമെങ്കിൽ പറയാം, പ്രത്യക്ഷത്തില് അല്ലാന്ന് പറയും. അതുകൊണ്ടാണ് ടൂളിലേക്ക് ഇന്റർനാഷണൽ പ്ലാൻ എന്ന് പറയും. അപ്പൊ ഇവിടെ 6,000 വോളിയും 11,000 വോളിയും കൂടി മാച്ചിങ് ആണ് എടുക്കുക. ഏത് സ്ട്രക്ചർ ഏതായിക്കോട്ടെ, രണ്ട് ടീമിലൂടെ ഇത് മൂവ് ചെയ്യും സ്ട്രക്ചർ. 6,000 വോളിയത്തിന്റെ വോളിയും 11,000 വോളിയും എടുക്കുമ്പോൾ ഇവിടെ മാച്ചിങ് എടുക്കും. മാച്ചിങ് ആണ്. അപ്പൊ ഇവിടെ ലെസർ വോളിയം ലെസർ വോളിയം ഏതാണ് നോക്കുക. ലെസർ വോളിയം ഓർഗനൈസേഷൻ 1 ആണ് അല്ലെ. അപ്പൊ 6,000 വോളിയമാണ് ലെസർ വോളിയം, കൂടുതലുള്ളത് 11,000. അപ്പൊ ഇവിടെ ലെസർ വോളിയമാണ് മാച്ചിങ് എടുക്കുക. 6,000 വോളിയം മാച്ചിങ് എടുക്കും. അപ്പൊ 6,000 വോളിയത്തിന്റെ കാശാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എത്രയാണോ അതിന്റെ എമൗണ്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. ബാക്കി വരുന്ന 5,000 വോളിയം നഷ്ടപ്പെടാതെ അടുത്ത വീക്കിലേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്ത് മാറ്റി വെക്കുക. എന്നാണോ ഇപ്പൊ ഓർഗനൈസേഷൻ 1 ഇവിടെ 12,000 വോളിയം വന്നു, ഓർഗനൈസേഷൻ 2 ഒരു 5,000 വോളിയം. അപ്പൊ ഈ മാറ്റി വെക്കപ്പെട്ട 5,000 വന്ന 5,000 കൂടെ കൂട്ടുന്ന 10,000 വോളിയം ആവും. 10,000 12,000 കൂടെ മാച്ച് ചെയ്യുന്നു. ഇപ്പൊ 10,000 കാശ് വീണ്ടും നിങ്ങൾക്ക് തരുന്നു. ബാക്കി വരുന്ന 2,000 വീണ്ടും ക്യാരി ഫോർവേഡ് ചെയ്യും. വീണ്ടും അവിടെ ഒരു 8,000 ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ മാറ്റി വെച്ചപ്പെട്ട വോളിയം നമുക്ക് പിന്നീട് ഉപകാരപ്പെടാം. അത് നഷ്ടപ്പെടാതെ അതിങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് കാരണം രണ്ട് സ്ട്രക്ചറും ഒരുപോലെ പോകില്ല ആരും. കാരണം ഏതെങ്കിലും സ്ട്രക്ചർ ചിലപ്പോൾ നല്ല മൂവ്മെന്റ് ആയിരിക്കും, ഈ സ്ട്രക്ചർ അത്ര ഉണ്ടായിക്കോട്ടെ. ചിലപ്പോൾ ഈ സ്ട്രക്ചർ കുറച്ച് കഴിഞ്ഞാൽ കൂടും, അങ്ങനെ ഉണ്ടാവും. അത് അങ്ങനെയാണ് വരും. അപ്പോ വോളിയത്തിന് മാച്ചിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻകം തരിക. ഇതാണ് ആകെ ഇവിടെ വരുന്ന സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് തരുന്ന ക്രൈറ്റീരിയ. മിനിമം 2 ഓർഗനൈസേഷൻ മതി. ആ ഓർഗനൈസേഷനിൽ മിനിമം 2 ഓർഗനൈസേഷനെ പറ്റും. മിനിമം ആയിക്കോട്ടെ മാക്സിമം ആയിക്കോട്ടെ, ഓർഗനൈസേഷൻ 2 പറ്റും. പക്ഷെ മിനിമം ഒരാളെങ്കിലും നമ്മൾ സ്പോൺസർ ചെയ്തിരിക്കണം. ഓരോ ഓർഗനൈസേഷൻ മാക്സിമം എത്ര പേരെയും സ്പോൺസർ ചെയ്യാം. ഇതുപോലെ നേരത്തെ കാണിച്ച പോലെ. പക്ഷെ അതിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇതുപോലെ നമുക്ക് ചെയ്യാം, പക്ഷെ അതിന്റെ ആവശ്യം വരും. അപ്പൊ ഇതാണ് ഏറ്റവും ഫാസ്റ്റ് ആൻഡ് സിമ്പിൾ ഡ്യൂപ്ലിക്കേറ്റ്, വളരെ ഈസി ടു ഡ്യൂപ്ലിക്കേറ്റ് ഈ ഒരു സ്ട്രക്ചർ ആയിരുന്നു. ഇനി നമുക്ക് ആക്ടിവേഷൻ നോക്കാം. നമ്മൾ ആക്ടിവേഷൻ ചെയ്യേണ്ടത് 1000 PV ആക്ടിവേഷൻ നമ്മൾ മിനിമം ചെയ്തിരിക്കും. ഓക്കെ, 2 രീതിയിൽ നിങ്ങൾക്ക് ആക്ടിവേഷൻ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, ആക്ടിവേഷൻ ചെയ്യാം. അല്ലെങ്കിൽ കമ്പനി പറയുന്ന പാക്കേജുകൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആക്ടിവേഷൻ ചെയ്യാം. ഒക്കെ കസ്റ്റമറുടെ ചോയ്സ് ആണ്. ഡയറക്ട് സെല്ലിന്റെ റൂൾ അനുസരിച്ച് കസ്റ്റമർക്ക് ചോയ്സ് വേണം, ഇഷ്ടപ്പെട്ടത് എടുക്കാം. അപ്പൊ നിങ്ങൾ അങ്ങനെ ചോയ്സിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ചെറിയൊരു നിങ്ങൾക്ക് ഇപ്പൊ ഏത് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എടുത്തിട്ട് ചെയ്യാൻ പറ്റും. 1000 PV വീക്കിലി ഇൻകം മന്ത്ലി ഇൻകം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. 2 ടൈപ്പ് ഇൻകത്തിന് നിങ്ങൾ എലിജിബിലിറ്റി ആവും. നേരെ മറിച്ച് നിങ്ങൾ കമ്പനി പറയുന്ന പാക്കേജിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 4 ടൈപ്പ് ഇൻകം കൂടി കിട്ടും. വീക്കിലി മന്ത്ലി ഇൻകത്തിന്റെ കൂടെ ഡെയിലി ഇൻകം കിട്ടും, ലൈഫ് ടൈം ഇൻകം കൂടി അതിന്റെ കൂടെ, അതിനുവേണ്ട റിവാർഡ് ഇൻകം എന്ന് പറയും, അഡീഷണൽ ആയിട്ട്. അപ്പൊ ഏതാ നല്ലത്? ആക്ടിവേഷൻ നമ്മൾ ചെയ്യേണ്ടത് പാക്കേജ് ചെയ്യാം. പിന്നീടുള്ള പർച്ചേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ എടുക്കാം. 2ാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുത്തോളൂ. പക്ഷെ ആദ്യത്തെ പർച്ചേസ് നമ്മൾ പാക്കേജിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും ഗുണം എന്ന് പറയുന്നത്. കാരണം 4 ടൈപ്പ് ഇൻകത്തിന് നിങ്ങൾ ഓൾറെഡി എലിജിബിൾ ആവും. അപ്പൊ ഇവിടെ ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് എടുക്കുന്നത് അസോസിയേറ്റ് ചെയ്യാം.
ഇനി പാക്കേജ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ നിലവിൽ 5 പാക്കേജുകളാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാക്കേജ് എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. 8,000 റുപ്പീസിന്റെ പാക്കേജ് കിട്ടുന്നതാണ് നമ്മൾ പറയുകയാണെങ്കിൽ 25 പ്രൊഡക്റ്റിന്റെ കിറ്റ് വരും. വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന 25 പ്രൊഡക്ട്സ് കിറ്റ്. കിറ്റിനെ കുറിച്ചൊന്നും ഡീറ്റെയിലിംഗ് ഞാൻ ചെയ്യുന്നില്ല. അത് പ്രൊഡക്റ്റ് നമുക്കറിയാം, വീട്ടാവശ്യത്തിനുള്ള പ്രൊഡക്റ്റുകളാണ്. ഇതിന് ബിസിനസ് വോളിയം എന്ന് പറയുന്നത് 2000 ബിസിനസ് വോളിയം വരുന്നുണ്ട്. 2 റിവാർഡ് പോയിന്റ് ആണ്. ഇനി 7,500 വെൽനസ് കിറ്റ് വരുന്നുണ്ട്. ഒരു ജ്യൂസും വരുന്നുണ്ട്. ഓർഡർ ഫോമിലുള്ള 2 സപ്ലിമെന്റ്സ് വരുന്നുണ്ട്. മാക്സ് 7,500 രൂപയാണ് ഇതിന്റെ വില. ഇതിന് റിവാർഡ് പോയിന്റ് ഒക്കെ 2 തന്നെയാണ്. പക്ഷെ ഇവിടെ 2000 PV ആയിരുന്നു നേരത്തെ പറഞ്ഞതിൽ. പക്ഷെ ഇവിടെ വോളിയം കുറയും, 1,500 വോളിയം ആയിട്ട് കുറയും. മൂന്നാമത്തെ പാക്കേജ് എന്ന് പറഞ്ഞാൽ 6,000 റുപ്പീസിന്റെ പാക്കേജ് ആണ്. ഇവിടെ ഒരു റിവാർഡ് പോയിന്റ് വരും. റിവാർഡ് പോയിന്റ് കുറയും. 1,200 വോളിയം ജനറേറ്റ് 1,200 വോളിയം. അവിടെ റിവാർഡ് പോയിന്റ് എമൗണ്ട് കുറയുന്നതിനനുസരിച്ചിട്ട് വോളിയം കുറയുന്നുണ്ട്, റിവാർഡ് പോയിന്റ് കുറയും. ഓക്കെ, അത് മനസ്സിലാക്കുക. പക്ഷെ ഇത് ഏത് പാക്കേജ് എടുത്തിട്ട് വേണമെങ്കിൽ ആക്ടിവേഷൻ ചെയ്യാം. ഇതിലൂടെ കിട്ടുന്ന ഡെയിലി ഇൻകം ഒക്കെ സെയിം ആയിരിക്കും. അതിനൊന്നും വ്യത്യാസം. ഏത് പാക്കേജ് എടുത്തിട്ട് ആക്ടിവേഷൻ ഡെയിലി ഇൻകം സെയിം ആയിരിക്കും. മൂന്നാമത്തെ എന്താ വെച്ചാൽ അഗ്രോ പ്രൊഡക്ട്സ് ആണ്. അഗ്രോ പ്രൊഡക്ട്സിൽ നമുക്ക് കാർഷിക കൃഷി ആവശ്യത്തിന് വേണ്ട പ്രൊഡക്റ്റുകളാണ്. 8,500 റുപ്പീസ് ആണ്. 2 റിവാർഡ് പോയിന്റ് കിട്ടും. അതോടൊപ്പം തന്നെ ആ 2 റിവാർഡ് പോയിന്റ് 2,000 PV കിട്ടും. അതുപോലെ സോയിൽ ഹെൽത്ത് നമുക്ക് 8,500 ആണ്. 2 റിവാർഡ് പോയിന്റ് കിട്ടും. 8,500 വോളിയം തന്നെ വരും. 2,000 വോളിയം വരും. ഈ 5 പ്രൊഡക്റ്റ് ഇതിൽ ഏത് വേണമെങ്കിലും എടുത്ത് നിങ്ങൾക്ക് ആക്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി എന്താണ് ഡെയിലി ഇൻകത്തിനെ കുറിച്ച് പഠിക്കും. നമ്മൾ തുടങ്ങി ഇപ്പൊ അപ്പൊ ഇവിടെ ആദ്യത്തെ 2,000 രൂപ വെച്ച് നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കും. ഡെയിലി ഇൻകത്തിൽ നമുക്ക് 2,000 റുപ്പീസ് പെർ ഡേ ലിമിറ്റേഷൻ. അപ്പൊ ഇവിടെ ഐഡിയ ആക്ടിവേഷൻ ഓഫ് ബൂസ്റ്റർ പാക്കേജ്. ഇതിന് ബൂസ്റ്റർ പാക്കേജ് എന്ന് പറയും കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞ പാക്കേജിനെ ബൂസ്റ്റർ പാക്കേജ് എന്ന് നമ്മളിവിടെ പറയും. അതാണ് ഇവിടെ ബൂസ്റ്റർ എന്ന ബ്രാക്കറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ 5 പ്രൊഡക്റ്റുകളാണ് ഇപ്പൊ നമുക്ക് നിലവിൽ. ബൂസ്റ്റർ പാക്കേജിൽ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടും, ഡെയിലി ഇൻകത്തിന് എലിജിബിലിറ്റി കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞത് വോളിയം എന്താവും, ക്യാരി ഫോർവേഡ് ചെയ്ത് കേട്ടോ. വോളിയം നഷ്ടപ്പെടുന്നില്ല, അതിങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്തു. ലിമിറ്റഡ് ഇൻകം എന്നുള്ളൂ. ഒരു ദിവസം 2,000 അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. ഡെയിലി ഇൻകം കേട്ടോ. ആഴ്ചയില് ഡെയിലി ഇൻകം നമുക്ക് പൈസ തരുന്നത് ആഴ്ചയിൽ, എല്ലാ ആഴ്ചയിലും അത് ക്രെഡിറ്റ് ചെയ്യും. ഡെയിലി ഈ പാക്കേജ് എടുത്തുള്ള ബെനിഫിറ്റ് റിവാർഡ് പോയിന്റ് കൂടി കിട്ടും. ഇതിന്റെ കൂടെ ആഡ് ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞു RP എന്ന് പറയും. RP റിവാർഡ് പോയിന്റ്. വീക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ചൊവ്വാഴ്ച തൊട്ടിട്ട് തിങ്കളാഴ്ച വരെയാണ് ഒരാഴ്ചയായിട്ട് കൺസിഡർ ചെയ്യും. ആ വീക്കാണ് ഒരു എവറി വീക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ചൊവ്വാട്ട് തിങ്കൾ. ഓക്കെ, അതിന്റെ പൈസ ആ വരുന്ന വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരും. ഡെയിലി പ്ലസ് വീക്കിലി ഇൻകം ഒരുമിച്ചാണ് അയക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക, ഡയറക്ട് സെല്ലിങ്ങിന്റെ റൂൾ അനുസരിച്ച് 5% ഇൻകം ടാക്സ് കട്ട് ചെയ്യുന്നുണ്ടാവും. അത് കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, പാൻ കാർഡ് നിർബന്ധമാണ്. ഓക്കെ, ബാങ്ക് പാസ്ബുക്ക് വേണം. പൈസ വരണമെങ്കിൽ പാസ്ബുക്ക് വേണം. പാസ്ബുക്ക് മാത്രമുള്ളതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവില്ല. പാൻ കാർഡ് നിർബന്ധമാണ്. ഓക്കെ, നല്ലതാണ്. പാൻ കാർഡ് ഇല്ലെങ്കിൽ 20% ടാക്സ് കിട്ടും. അത് നഷ്ടപ്പെടാതിരിക്കാനാണ് പാൻ കാർഡ് നിർബന്ധമാക്കിയത്. നല്ലത്. പിന്നെ മിനിമം 300 രൂപ ആയി കഴിഞ്ഞാൽ ഒരുമിച്ചാണ് അക്കൗണ്ടിലേക്ക് അയക്കുക. 50 അവിടെ ഒന്നും കിടക്കുകയാണെങ്കിൽ കിട്ടില്ല, അത് അവിടെ ഉണ്ടാവും. 100 രൂപ നമുക്ക് ഒരുമിച്ച് അയച്ചു. അപ്പൊ നോക്കുക എങ്ങനെയാണ് ബൂസ്റ്റർ കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഈച്ച് ബൂസ്റ്റർ പ്രൊഡക്റ്റിന്റെ പാക്കേജ് 1,200 PV ആണ് ഇപ്പൊ മിനിമം വരും. 2,000 PV വരെ ഉണ്ട് മാക്സിമം. 6,000 രൂപ തൊട്ട് 8,500 വരെയാണ് ഇതിന്റെ വില. 2 പേരെ നിങ്ങൾ സ്പോൺസർ ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്ന പാക്കേജ് 2,000 PVന്റെ പാക്കേജാണ്. FMCG ആവാം, അഗ്രി ആവാം, കൃഷി പ്രൊഡക്റ്റുകളാവാം. 3 പാക്കേജ് 2,000 PV വരും. അത് ഏത് വേണേയാവാം. അപ്പൊ നമുക്ക് FMCG ഏതെങ്കിലും ആയിക്കോട്ടെ, 3 എണ്ണത്തിൽ ഏതെങ്കിലും എടുക്കാം. 2,000 PV 2 പേരെ നിങ്ങൾ സ്പോൺസർ ചെയ്യുമ്പോൾ ഒരു ബൂസ്റ്റർ പോയിന്റ് ആണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ബൂസ്റ്റർ പോയിന്റിൽ നിങ്ങൾക്ക് 1,000 രൂപ നമുക്ക് വരുമാനമായിട്ട് കിട്ടും. 1,000 രൂപ ഇൻകം ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഒരു കട്ട് ഓഫിൽ ഒരു 12 മണിക്കൂറിൽ 1,000 രൂപ കിട്ടും. അടുത്ത 12 മണിക്കൂറിൽ 1,000. ഞാൻ പറഞ്ഞ ഒരു ദിവസം 2,000 രൂപ ഉണ്ടാക്കാൻ പോകും. ഓക്കെ, ഇങ്ങനെയാണ്. ഇപ്പൊ ടോട്ടൽ ഒരു ദിവസം 2,000 രൂപ. ഓരോ 12 മണിക്കൂറിലും 1,000 രൂപ വെച്ച് കിട്ടും. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് 2,000 PV ചെയ്ത 10 പേരുണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ 2,000 PV വേണമെന്നൊന്നുമില്ല കേട്ടോ. നേരത്തെ പറഞ്ഞ 6,000ന്റെ പാക്കേജ് എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ 1,000 രൂപ കിട്ടും. പൈസക്ക് മാറ്റൊന്നുമില്ല. അവിടെ വോളിയം, ബിസിനസ് വോളിയം കുറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഡെയിലി ഇൻകത്തില് എല്ലാവർക്കും ഏത് പാക്കേജ് എടുത്താലും നിങ്ങൾക്ക് 1,000 രൂപ കിട്ടും കേട്ടോ.
നിങ്ങളെ കൊണ്ടുവരുന്ന ആൾക്കാരും ഈ പറഞ്ഞ പാക്കേജിൽ ഏത് പാക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ 10 പേര് ഇവിടെ പാക്കേജ് എടുത്തു, ഇവിടെ 5 പേരെ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇവിടെ 5 എണ്ണം എടുക്കുന്ന സമയത്ത് ഈ 5 പാക്കേജും ഡിഫറെന്റ് കട്ട് ഓഫിലായിരിക്കും വരിക. അപ്പൊ ആദ്യത്തെ ഒരു പാക്കേജ് ആദ്യത്തെ ഒരു 12 മണിക്കൂർ, അടുത്ത 12, അങ്ങനെ 5000 രൂപ ഉണ്ടാക്കി. ബാക്കി വരുന്ന 5 എണ്ണം ക്യാരി ഫോർവേഡ് നഷ്ടപ്പെടാതെ അവിടെ ഉണ്ടാവും. എന്നാണോ ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ ഒരു 2 എണ്ണം വന്നു, 2000 രൂപ അവിടെ കിട്ടി, ബാലൻസ് 3000 ക്യാരി ഫോർവേഡ്. ഒരു സൈഡില് അൺലിമിറ്റഡ് ക്യാരി ഫോർവേഡിംഗ് ആയിട്ട് ഇങ്ങനെ കൊണ്ടിട്ട് പവർ ലെഗ് ക്യാരി ഫോർവേഡിംഗ്, ലെഗുകൾ അതിന് പറയും, അങ്ങനെയും പറയാം. ഓരോ ഓർഗനൈസേഷനിൽ കൂടുതൽ വോളിയം എവിടെയാണോ അവിടെ ക്യാരി ഫോർവേഡ് ഇങ്ങനെ നഷ്ടപ്പെടും. എന്നാണോ ഇവിടെ ഓരോ എൻട്രി വൈസ് പറയും, അങ്ങനെ എൻട്രി എന്ന് പറയാം, വരുന്നത് അതിനനുസരിച്ച് 1000 രൂപ വെച്ച് കിട്ടും. അപ്പൊ ഇതാണ് ഡെയിലി ഇൻകം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്ത് വിചാരിച്ചു, 2000 BVന്റെ പ്രൊഡക്റ്റ്. ഞാനിവിടെ കാണിച്ചത് നമ്മുടെ FMCG കിറ്റ് റീറ്റെയിൽ മാർക്കറ്റിലാണ് കേട്ടോ. നിങ്ങൾ ആ 25 പ്രൊഡക്റ്റിന്റെ കിറ്റ് ആണെങ്കിൽ എടുക്കുന്നെങ്കിൽ 3500 അതിന്റെ MRP ആണ്. 1500 രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. എടുത്ത സമയത്ത് ഡിസ്കൗണ്ട് കിട്ടി, നിൽക്കുകയാണെങ്കിൽ ആ വിറ്റ് കാശാക്കാം. നിങ്ങളെ അക്കൗണ്ടിലേക്ക് 600 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടി, 140 രൂപ ക്യാഷ് ആയിട്ട് വന്നു. പിന്നെ കൺസിസ്റ്റൻസി ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾ ആദ്യത്തെ മാസം ഇതെടുത്തു, അടുത്ത മാസങ്ങളൊക്കെ നിങ്ങൾ 1000 BV വെച്ച് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് 417 രൂപയുടെ കൺസിസ്റ്റൻസി കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടോട്ടൽ നിങ്ങൾക്ക് 2657 രൂപയുടെ ബെനിഫിറ്റ് കിട്ടി കഴിഞ്ഞു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ തന്നെ. ഇനി കൺസിസ്റ്റൻസി കിട്ടുമ്പോൾ ബാക്കി കൂടെ എടുക്കുമ്പോഴാണ് കിട്ടുക, എന്നാലും അവിടെ കാണിച്ചു നോക്കും 1 ഇയർ കൺസിസ്റ്റൻസി. ഇനി 2 പേരെ നിങ്ങൾ സ്പോൺസർ ചെയ്തു, 1000 രൂപ ഡെയിലി ഇൻകം കിട്ടി, വീക്കിലി ഇൻകം എന്ന് പറയുന്ന ലിങ്ക് കൂടി ഉണ്ട്, അത് ഞാൻ പറയാൻ പോകുന്നത്. എന്നാൽ അത് ഇതിലൂടെ കാണിച്ചു 7% കിട്ടി, 140 രൂപ കൂടി, 1140 രൂപ നിങ്ങൾ 2 പേരെ സ്പോൺസർ ചെയ്തപ്പോൾ കിട്ടി. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ 2687 രൂപ ബെനിഫിറ്റ് ഉണ്ട്, 2 കൂടി 3797 രൂപ ബെനിഫിറ്റ് കിട്ടി കഴിഞ്ഞു. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് മറ്റ് പല 2 ലെഗുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന പല കമ്പനികളുണ്ട്. പക്ഷെ അവിടെ നിന്ന് കസ്റ്റമർ ബെനിഫിറ്റ് ഒന്നും അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ആകെ MRP DP വ്യത്യാസം മാത്രമേ ഉണ്ടാവും, അവിടെ ക്യാഷ് ബാക്കോ അല്ലെങ്കിൽ അവിടെ കൺസിസ്റ്റൻസിയോ മന്ത്ലി ഇല്ല, പല കമ്പനികളും. പക്ഷെ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ തന്നെ ഇത്രയും ബെനിഫിറ്റ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ബെനിഫിറ്റ് വീക്കിലി. വീക്കിലി നമുക്ക് മാച്ചിങ് ബോണസ് 7%, മിനി CP 1000 രൂപ, CP ബോണസ് 2000. ഇവിടെ ഐഡിയ ആക്ടിവേഷൻ ഓഫ് എനി പ്രൊഡക്ട്സ്, ഏത് പ്രൊഡക്ട്സ് എടുത്താലും ഐഡിയ ആക്ടിവേഷൻ ചെയ്യാം വീക്കിലി കിട്ടാൻ. ബൂസ്റ്റർ പാക്കേജ് ആവാം, ഏത് വേണമെങ്കിൽ എടുത്താലും വീക്കിലി കിട്ടും. വോളിയം വിൽ ബി ക്യാരി ഫോർവേഡ് ആണ്. വോളിയം ക്യാരി ഫോർവേഡ് ലിമിറ്റഡ് ഇൻകം ആണ്. ഇവിടെ ലിമിറ്റ് ആണ് ഇൻകം ആഴ്ചയിൽ തരും. നേരത്തെ പറഞ്ഞ പോലെ ചൊവ്വ തൊട്ട് തിങ്കൾ വരെ. പിന്നെ അതിന്റെ TDS കട്ട് ചെയ്യും, 100 രൂപ മിനിമം വേണം. ഓക്കെ, ഓരോ നോക്കാം. മാച്ചിങ് ബോണസ് എന്ന് പറയുമ്പോൾ എത്രയാണ് വോളിയമാണ് അതിന്റെ 7%. 1000 BV മാച്ച് ചെയ്യുമ്പോൾ അതിന്റെ 7% 70 രൂപ. 10,000 മാച്ച് ചെയ്യുമ്പോൾ 700 രൂപ. 20,000 25,000 ആണെങ്കിൽ 20,000ന്റെ 7% 1,400 രൂപ. ബാക്കി വരുന്ന 5,000 ക്യാരി ഫോർവേഡ് ചെയ്തു. 50,000 ഇവിടെ വന്നു, 45,000 വന്നു, 5,000 ഇതിനോട് കൂട്ടും, 50 വരുമ്പോൾ 3,500 രൂപ. ഇങ്ങനെ 7% കിട്ടും. 30 ലക്ഷത്തിന്റെ മുകളിൽ വോളിയം ഒരാഴ്ച മാച്ച് ചെയ്യുമ്പോഴാണ് 2,11,000 ഒരാഴ്ച മാക്സിമം. അവിടെ മാക്സിമം നിങ്ങൾക്ക് 2,11,000 റുപ്പീസ്. ഇതാണ് നമുക്ക് മാച്ചിങ് ബോണസ് കിട്ടുന്ന മാക്സിമം ഇൻകം. ഇനി മാച്ചിങ് നടക്കപ്പെടുന്നത് 500ന്റെ ഗുണിതങ്ങൾക്കാണ്. ഇത് കൺഫ്യൂഷൻ ആവണ്ട. 1,500 വരുമ്പോൾ 150 രൂപ കിട്ടും. 2,700 2,800 വരുമ്പോൾ 2,500 ആണ് 2 സൈഡ് എടുക്കുക. അപ്പൊ 2,500 എടുത്ത ബാക്കി 200 ഇവിടെ മാറ്റി വെക്കും, ഇവിടെ 300 മാറ്റി വെക്കും. അപ്പൊ 2,500ന്റെ 7% 175. പിന്നെ ഇവിടെ 300 വന്നു, അന്ന് ബാലൻസ് വന്ന 200 ഇതിനോട് കൂട്ടും, 500 ആയി. ഇവിടെ ആദ്യം മാറ്റി വെച്ച 300 ഇവിടെ ഉണ്ട്, 900 ഇവിടെ വന്നു. അപ്പൊ 1,200, 500ഉം 1,200 മാച്ച് ചെയ്യുമ്പോൾ ബാക്കി 700 വീണ്ടും ക്യാരി പോകും. ഇങ്ങനെയാണ് 500ന്റെ ഗുണിതങ്ങളൊക്കെയാണ് മാച്ചിങ് എടുക്കുക. ക്ലിയർ? കൺഫ്യൂഷൻ ആവട്ടെ കേട്ടോ. ഇനി എന്താണ് മിനി ചാമ്പ്യൻ? മിനി ചാമ്പ്യൻ ബോണസ് 1000 രൂപയാണ് എടുക്കുക. 1000 രൂപ കിട്ടണമെങ്കിൽ 10,000 ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 1ലും 10,000 ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 2ലും വരണം. എങ്ങനെ വരണം? പുതിയ വോളിയം, കഴിഞ്ഞ ആഴ്ചത്തെ ബാലൻസ് വോളിയം ഒന്നും അല്ലാതെ ഫ്രഷ് വോളിയം വരുമ്പോൾ നമുക്ക് അവിടെ 1000 രൂപ കിട്ടുക. അപ്പൊ എങ്ങനെയാ വീക്കിലി? ഇത് ഞാൻ വീക്കിലി മാത്രമാട്ടോ പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഡെയിലി ഇൻകം മാത്രം, ഇവിടെ വീക്കിലി മാത്രമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 10,000 എടുക്കുമ്പോൾ 10,000ന്റെ മാച്ചിങ് ബോണസ് 7% 700 രൂപ കിട്ടും. മിനി CP ബോണസ് 1,000 രൂപ, 1,700 രൂപ നിങ്ങൾക്ക് 1,700. ഇനി CP ബോണസ് നോക്കാം. 25,000ന്റെ വോളിയത്തിന് മുകളിൽ മാച്ച് ചെയ്യുമ്പോൾ ഒരാഴ്ച പുതിയ വോളിയം വരികയാണ്, 25,000 ബോണസ്. മാച്ചിങ് ബോണസ് 7% 1,750 രൂപ കിട്ടും. CP ബോണസ് എന്ന് പറഞ്ഞ ബോണസ് 2,000 രൂപ. ഓക്കെ,
3750 രൂപ നിങ്ങൾക്ക് ഉണ്ടാവും. ഇവിടെ ഒരു പാക്കേജും ഇല്ല, സാധാരണ പ്രൊഡക്റ്റിലൂടെ കിട്ടുന്ന ഇൻകാണ് ഞാൻ കാണിച്ചത്. ഇനിയാണ് അടുത്ത സ്ലൈഡ് മനസ്സിലാവും എങ്ങനെയാണുള്ളത്. ഇനി ഡെയിലി ഇൻകം പ്ലസ് വീക്കിലി ഇൻകം രണ്ടും കൂടി ഉള്ള ഒരു കാൽക്കുലേഷൻ ആണ്. ആദ്യം ഞാൻ കസ്റ്റമർ ബെനിഫിറ്റ് പറഞ്ഞു, പിന്നെ ഡെയിലി ഇൻകം പറഞ്ഞു, അപ്പൊ പിന്നെ കസ്റ്റമർ ബെനിഫിറ്റും ഡെയിലി ഇൻകം ഉള്ള ഒരു എക്സാമ്പിൾ കാണിച്ചു. ഇനി പിന്നെ പറഞ്ഞ ഞാൻ വീക്കിലി ഇൻകം ആണ് പറഞ്ഞത്, വീക്കിലി ഇൻകം മാത്രം പറഞ്ഞു. ഇപ്പൊ ഇനി എന്താ പറയുന്നത്, ഡെയിലി വീക്കിലി നമ്മളുടെ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ 25,000 ബോഡി നിങ്ങൾക്ക് വരിക ഒരാഴ്ചയിൽ. ഓക്കെ, ഒരാഴ്ചയിൽ വന്നു വിചാരിച്ചോ. ഓർഗനൈസേഷൻ 1 2 രണ്ട് രീതിയിൽ വരാം. 25,000 ബോഡി ഒന്ന് സാധാരണ പ്രൊഡക്റ്റിലൂടെ വരാം. അങ്ങനെ വരുമ്പോഴാണ് നേരത്തെ ഞാൻ അവിടെ കാണിച്ചത് 3750 രൂപ. ഈ പാക്കേജ് എടുത്തിട്ട് വരാം. പാക്കേജിലൂടെ 25,000 ബോഡി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചു. 12 എണ്ണം 2000ന്റെ 12 12 24,000 വരും. ബാക്കി വരുന്ന 1000 നോർമൽ പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഡെയിലി ഇൻകം നിങ്ങൾക്ക് 12,000 രൂപ കൂടും. പ്ലസ് മാച്ചിങ് ബോണസ് നേരത്തെ പറഞ്ഞ പോലെ 1,750, CP ബോണസ് 2,000, 15,750 രൂപ കിട്ടും. നേരത്തെ നമ്മൾ വീക്കിലി മാത്രമാണെങ്കിലോ അവിടെ 3,750 മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ 12,000 രൂപ അധികം. അപ്പൊ നമുക്ക് ഡെയിലി പ്ലസ് ഇപ്പൊ ഈ പാക്കേജിലൂടെയാണ് ഈ പറയുന്ന ബോഡി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് 15,750 രൂപ നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കാം. മിനിമം നിങ്ങൾക്ക് 3,750 രൂപ ഇൻകം. ഓക്കെ, ഇനി ടോട്ടൽ ഒരു ഇത് നോക്കാം. ഡെയിലി ഇൻകം ഒരു ദിവസം നിങ്ങൾക്ക് 2,000 രൂപ വെച്ച് 30 ദിവസത്തേക്ക് 60,000 രൂപ ഒരു മാസം നിങ്ങൾക്ക് ഉണ്ടാക്കാം. വീക്കിലി ഇൻകം എന്ന് പറയുമ്പോൾ മാച്ചിങ് ബോണസ് 2,11,000, CP ബോണസ് 2,000, 2,13,000 രൂപ ഒരാഴ്ച, 4 ആഴ്ചയിലേക്ക് 8,52,000, 60,000 8,52,000, 9,12,000. രണ്ട് ടൈപ്പ് ഇൻകം കൂടി ടോട്ടൽ എണിച്ചിട്ടുണ്ടാക്കാം. 9,12,000 rupees ഒരു മാസം ഡെയിലി പ്ലസ് വീക്കിലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഏൺ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് ലിമിറ്റഡ് ഇൻകം ആണ്. അപ്പൊ ഇത് കഴിഞ്ഞു. പിന്നെ നമ്മളിവിടെ കണ്ടത് എന്താണ്, ഡെയിലി ഇൻകത്തിന്റെ സെയിം വോളിയമാണ് ആഴ്ചയിലേക്ക് എടുക്കും. ഡെയിലി ഇൻകത്തിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയം ആ വർക്ക് ചെയ്യുന്ന അതേ വോളിയാണ്, ബിസിനസ് വോളിയമാണ് ആഴ്ച വോളിയത്തിലേക്ക് പരിഗണിക്കുന്നത്. ഇനിയാണ് അടുത്ത മിറാക്കിള് നോക്കാം. മന്ത്ലി ഇൻകം നോക്കാം. മന്ത്ലി ഇൻകം എങ്ങനെയാണ്? ടൈറ്റിൽ ബേസ് ചെയ്തിട്ടാണ് ഇൻകം. ടോട്ടൽ വീക്കിലി വോളിയം കൗണ്ടഡ് ഇൻ മന്ത്ലിക്ക്. നേരത്തെ എന്താ സംഭവിച്ചത്, ടോട്ടൽ ഡെയിലി വോളിയം കൗണ്ടഡ് ഇൻ വീക്കിലി വോളിയം എന്നതുപോലെ ഇവിടെ ടോട്ടൽ വീക്കിലി വോളിയമാണ് മന്ത്ലിക്ക് എടുക്കുന്നത്. വോളിയം വിൽ നോട്ട് ബി ക്യാരി ഫോർവേഡ്. മന്ത്ലി ഇൻകത്തിൽ വോളിയം ക്യാരി ഫോർവേഡ് ചെയ്യുന്ന പരിപാടി അൺലിമിറ്റഡ് ഇൻകം നമുക്ക് എടുക്കാം. മന്ത്ലി ഇൻകത്തിന് നമ്മൾ മിനിമം പേഴ്സണൽ സെയിൽസ് വോളിയം 500 വോളിയം എങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഇൻകം വലിച്ചു എല്ലാ മാസവും 10-ാം തീയതിക്ക് ആയിട്ട് നമുക്ക് ഇൻകം നിങ്ങളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. 5% TDS പിടിക്കും. നേരത്തെ പറഞ്ഞ 300 രൂപ മിനിമം ആവും. ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ക്യാരി ഫോർവേഡ് ചെയ്തില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ഓർഗനൈസേഷൻ 1 ഒരു മാസം കൊണ്ട് 50,000 പോകും. ഓർഗനൈസേഷൻ 2 ഒരു 1,00,000 പോകും. ഇവിടെ മാച്ച് ചെയ്യുന്നത് 50,000 ആണ്. 50,000ത്തിന്റെ കാശ് ബാക്കി വരുന്ന 50,000 അടുത്ത മാസത്തേക്ക് മാറ്റി വെക്കും. ഓക്കെ, കുറച്ചും കൂടി ഞാൻ ഡീറ്റെയിൽ ചെയ്ത് തരാം, അടുത്ത സ്ലൈഡിൽ മനസ്സിലാവും. ഇവിടെ നിങ്ങൾ നോക്കുക, ഓർഗനൈസേഷൻ 1 ആദ്യത്തെ ആഴ്ച 15,000 കൂടിയ 2 10,000 മാച്ച് ചെയ്യുന്നത് 10,000 ആണ്. ബാക്കി വരുന്ന 5,000 ക്യാരി ഫോർവേഡ്. ഓർഗനൈസേഷൻ 2 20,000 35,000. ഇവിടെ ക്യാരി ഫോർവേഡ് ചെയ്ത 5ഉം 20ഉം 25ഉം 35. ഇവിടെ മാച്ച് ചെയ്യുന്നത് 25 ബാലൻസ് വരുന്ന 10 വീണ്ടും ക്യാരി ഫോർവേഡ്. മൂന്നാമത്തെ ആഴ്ച ഇവിടെ 50,000 വന്നു 50,000. അപ്പൊ 50 ക്യാരി ഫോർവേഡ് ചെയ്താൽ 10ഉം 60ഉം മാച്ച് ചെയ്യുമ്പോൾ 50,000 മാച്ച് ചെയ്ത് ബാക്കി 10 വീണ്ടും ക്യാരി ഫോർവേഡ്. ഓക്കെ, നാലാമത്തെ ആഴ്ച 1,00,000 DV വന്നു 75 വന്നു. പഴയ കഴിഞ്ഞ ആഴ്ചത്തെ 10 ഓർഡർ 85ആയി. ബാക്കി 15,000 വീണ്ടും ക്യാരി ഫോർവേഡ്. അപ്പൊ ഇത് ആഴ്ചയിൽ വരുന്ന വോളിയമാണ്. ഇത് ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് പോകണേ. ഇനി ഇങ്ങനെ മന്ത്ലി എങ്ങനെ കണ്ടെടുക്കുക? നമുക്കറിയാം 4 ആഴ്ചയാണ് ഒരു മാസമായിട്ട് വരും. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ ടോട്ടൽ ഇവിടെ ഓരോ ആഴ്ച വന്ന വോളിയം എടുക്കുക 15 20 അങ്ങനെ എടുക്കുമ്പോൾ 1,85,000 വോളിയം ആ മാസം ടോട്ടൽ വന്നു. ഓർഗനൈസേഷൻ 2 നോക്കുമ്പോൾ 1,70,000 വന്നു. അപ്പൊ അവിടെ മാച്ച് ചെയ്ത് എത്രയാ? 1,70,000 ആണ്. ആ 1,70,000ത്തിന്റെ മാസ വരുമാനം നിങ്ങൾക്ക് വരും. ബാക്കി വരുന്ന 15,000 കോടി എന്താവൂല ക്യാരി ഫോർവേഡ് ചെയ്യും. മന്ത്ലിയിൽ ക്യാരി ഫോർവേഡ് ചെയ്യും. പക്ഷെ അൺലിമിറ്റഡ് ഇൻകം. അപ്പൊ വീക്കിലേക്ക് എടുക്കുന്ന സെയിം വോളിയമാണ് മന്ത്ലിക്ക് എടുക്കുന്നത്. സെപ്പറേറ്റ് നിങ്ങൾ ക്രിയേറ്റ് ഒന്നും വേണ്ട. ഒരു കാര്യം മനസ്സിലാക്കുക, എഫേർട്ട് സെയിം, ഒറ്റ ഒരു എഫേർട്ട് എടുക്കാം. നമുക്കിവിടെ ഇൻകം പലവിധമാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 15%, 45%
റാങ്കാണ് കമ്പനി 25% ഏറ്റവും കൂടുതൽ ബോഡി പൈസ കിടക്കുന്ന ഇവിടെ കേട്ടോ. 18% ബ്രോൺസ്, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് 9%, 6%, ഇങ്ങനെ തരികയാണ്. ഓക്കെ, നമുക്ക് ഒന്ന് നോക്കാം, കാൽക്കുലേഷൻ നോക്കാം എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്. 10 കോടി BV വരുമ്പോഴാണ് ഹൈയസ്റ്റ് ഇപ്പോഴത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ബ്രോൺസ് എടുക്കും. ബ്രോൺസ് ഞാൻ പറഞ്ഞു 18% നമ്മളിവിടെ ഇവിടുത്തെ ക്യാപ്പിംഗ് എന്ന് പറയുന്നത് അല്ലെ, നിങ്ങൾ അവിടെ കാണാൻ പറ്റും 18%. അപ്പൊ ഇവിടെ 140 രൂപയായിരിക്കും മന്ത്ലി ഇൻകം മാത്രമായിട്ട് ഞാൻ പറയുന്നത്. ഇവിടെ വീക്കിലി ഒന്നും കാണിക്കില്ല. ഇത്ര കോടി വന്ന മാസ വരുമാനം മാത്രം അവിടെ കാണിക്കും. അപ്പൊ CT കമ്പനി ടേൺ ഓവർ 18%, മാക്സിമം 200 പോയിന്റ് വരെ കൊടുക്കും. ഇപ്പോഴത്തെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ 2500 കോടിയും ഓർഗനൈസേഷൻ ഫണ്ടിൽ ഒരു മാസം കൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 140 രൂപ ബ്രോൺസ് ഇൻകം കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇനി സിൽവർ എന്ന് പറയുന്ന റാങ്കാണ്. സിൽവർ എന്ന് പറയുന്ന റാങ്കിന് എങ്ങനെയാ വരുമാനം കൊടുക്കുക വെച്ചാൽ 9% കമ്പനി ടേൺ ഓവറിനെ മാറ്റി വെക്കുന്നത്. 9% സിൽവർ. ടൈറ്റിൽ സിൽവർ ആണ്, പേര് കാണാം അവിടെ. ഇവിടെ 10,000 കോടി വരുമാനം സിൽവർ. അപ്പൊ ഒരു 10,000 കോടിയുടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 380. കമ്പനി എന്താ നോക്കുക, സിൽവറിൽ എത്ര ബ്രോൺസ് ഉണ്ട് അല്ലെ. ഒറ്റ താഴെ നമ്മൾ പറഞ്ഞു 2,500 ബ്രോൺസ്. അപ്പൊ 10,000 എത്ര 2,500, 4 എണ്ണം. ഒരു 2,500 വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു 560. രണ്ടു കൂടി കൂട്ടുമ്പോൾ 940 രൂപയായിരിക്കും സിൽവർ റാങ്ക് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ 940 രൂപയായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ഗോൾഡ് ആണ്. ഗോൾഡ് എന്ന് പറഞ്ഞാൽ 25,000 കോടി ഒരു മാസത്തിൽ ലെഫ്റ്റ് റൈറ്റ് വരുമ്പോൾ ഇത് മന്ത്ലി ഇൻകം മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് 6% തരുന്നുണ്ടാവും. 6% എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ വാല്യൂ 750 രൂപ. ഓക്കെ, 6% മാറ്റി വെക്കുന്നുണ്ടാവും. അപ്പൊ ഇവിടെ ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് സിൽവർ. ഇപ്പൊ ഗോൾഡ് 25,000 അതിൽ എത്ര സിൽവർ ഉണ്ട് നോക്കും. തൊട്ട താഴത്തെ ടൈറ്റിൽ സിൽവറാണ് നമ്മൾ 10,000, 2 സിൽവർ. ഒരു സിൽവറിന്റെ വാല്യൂ 380, 720 രൂപ അങ്ങനെ കിട്ടി. ബ്രോൺസ് എത്ര നോക്കും, 10. അപ്പൊ 140 × 10 1400, 2,770 രൂപയാണ് നിങ്ങൾക്ക് ഗോൾഡ് ടൈറ്റിൽ അച്ചീവ് ചെയ്ത് കിട്ടുന്ന ഇൻകം. പ്ലാറ്റിനം എന്ന് പറയുമ്പോൾ 50,000 ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 1-ലും 2-ലും ഒരു മാസം കൊണ്ട് വരുമ്പോൾ പ്ലാറ്റിനം എന്ന് പറഞ്ഞ റാങ്ക് ആയിരിക്കും. ഇവിടെ 4% നിങ്ങൾക്ക് തരുന്നത്. ഒരു പ്ലാറ്റിനത്തിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ് ഇപ്പോഴത്തെ കണക്ക്. ഓക്കെ, ഇനി 50,000 എത്ര 25,000 നോക്കും, എത്ര 10,000 നോക്കും, എത്ര 2,000. 25,000 എന്ന് പറയുമ്പോൾ സിൽവർ, ഗോൾഡ് 10,000 എന്ന് പറയുമ്പോൾ സിൽവർ, എത്ര ബ്രോൺസ്. അപ്പൊ നമുക്കൊരു ഒരു ഗോൾഡിന്റെ വാല്യൂ 750 രൂപയാണ്. ഇപ്പൊ 2 25,000 ഒരു 50,000, അപ്പൊ 1,500 രൂപ. സിൽവറിന്റെ വാല്യൂ 10,000 5 സിൽവർ ഉണ്ടാവും. ഒരു സിൽവറിന്റെ വാല്യൂ 380 റുപ്പീസ് ആണ്. 1,900 കിട്ടും. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ 2,500 റുപ്പീസ് ആണ്. 20 ബ്രോൺസ് ഉണ്ടാവും. 20 × 2,000, സോറി 2,000 എന്ന് പറഞ്ഞാൽ 140 ആണ് ഒരു ബ്രോൺസിന്റെ വാല്യൂ. 2,000 7,200 രൂപ നിങ്ങളെ 50,000 കോടി ലക്ഷമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ മന്ത്ലി ഇൻകം മാത്രം 7,000. ഇങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്തത്. ടോപ്പേഴ്സ് എന്ന് പറയുന്ന റാങ്ക് 1 ലക്ഷം BV ഒരു മാസം 16,100 രൂപ നിങ്ങൾക്ക്. ഇത് തന്നെയാണ് ടോപ്പ്. 1 ലക്ഷത്തിൽ എത്ര പ്ലാറ്റിനം ഉണ്ട്, എത്ര ഗോൾഡ് ഉണ്ട്, എത്ര സിൽവർ ഉണ്ട്, എത്ര ബ്രോൺസ്, ഇങ്ങനെ തന്നെ എടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 16,100 രൂപ നിങ്ങൾക്ക് ഇൻകം ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഡയമണ്ട് എന്ന് പറയുന്ന ടൈറ്റിൽ എടുക്കുമ്പോൾ ഇത് ഒരു 44,000 രൂപയുടെ മുകളിൽ ഇൻകം ആയിട്ട് ഡയമണ്ട് ടൈറ്റിൽ മന്ത്ലി ഇൻകം മാത്രം ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് എടുക്കുക. ഒരു ഡയമണ്ടിൽ എത്ര ടോപ്പേഴ്സ് ഉണ്ട്, എത്ര പ്ലാറ്റിനം ഉണ്ട്, ഇങ്ങനെ എടുക്കും. ഇനി ബ്ലൂ ഡയമണ്ട് എങ്ങനെയാ, ബ്ലൂ ഡയമണ്ടിൽ എത്ര ഡയമണ്ട് ഉണ്ട്, ഇങ്ങനെ ഓരോ ടൈറ്റിലും താഴോട്ട് ഇങ്ങനെ അതിന്റെ വാല്യൂ വെച്ച് കൊടുക്കുമ്പോൾ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ഒരു ബ്ലൂ ഡയമണ്ടിലൊക്കെ ഇൻകം എടുക്കാൻ പറ്റും. ബ്ലൂ ഡയമണ്ടിൽ ഇൻകം ഒരു 1 lakh rupees നിങ്ങൾക്ക് ബ്ലൂ ഡയമണ്ടിൽ ഇൻകം എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അതുപോലെ അതിന്റെ ശേഷം കുറെ ടൈറ്റിൽസ് ഉണ്ട് കേട്ടോ. അതിന് ശേഷമുള്ള ടൈറ്റിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ബ്ലാക്ക് ഡയമണ്ട് വരുന്നത്. ബ്ലാക്ക് ഡയമണ്ടിൽ തന്നെ നമുക്ക് അവിടെ നല്ല ഇൻകം എടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ ടൈറ്റിൽസിനും മുകളിലേക്ക് ഞാൻ ഇവിടെ ബ്ലൂ ഡയമണ്ട് വരെയുള്ള ഇൻകമാണ് ഇവിടെ കാണിച്ചത്. ഇനി നമ്മൾ ടോട്ടൽ ഒരു ക്ലാരിറ്റി നോക്കാം. ഡെയിലി ഇൻകം, വീക്കിലി ഇൻകം, മന്ത്ലി ഇൻകം. ഞാൻ ഡെയിലി ഇൻകം പറഞ്ഞു, വീക്കിലി പറഞ്ഞു, മന്ത്ലി. ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു ഇൻകം പറയാം. 50,000 വോളിയം ഒരു മാസം കൊണ്ട് വന്നെന്ന് വിചാരിച്ചു. 50,000 വോളിയം ഒരു മാസം കൊണ്ട് ഓർഗനൈസേഷൻ 1-ലും 2-ലും വന്നു. അങ്ങനെയാണെങ്കിൽ അത് പാക്കേജിലൂടെയാണ് വന്നതെന്ന് വിചാരിച്ചു. പാക്കേജിലൂടെയും വരാം, അല്ലാതെയും വരാം. പാക്കേജിലൂടെ വരുമ്പോൾ സമയത്ത് നമുക്ക് എത്ര വരുമാനം ഉണ്ടോ. ഡെയിലി ഇൻകം 24,000 രൂപ, 54,000 rupees. വീക്കിലി ഇൻകം 7% മാച്ച് 1,500 രൂപ. CP ബോണസ് 4,000 രൂപ.
മന്ത്ലി ഇൻകം ഞാൻ പറഞ്ഞ 50,000 മാച്ച് ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ ഇവിടെ ഫിഗർ കാണിച്ചിട്ടില്ലേ. അപ്പോ 50,000 നമ്മളിവിടെ 7,200 ആവും. 50,000 മന്ത്ലി മാത്രം. കൂടെ 7,200 മന്ത്ലി ടോട്ടൽ കിട്ടുമ്പോൾ 38,700 രൂപ നിങ്ങൾക്ക് 50,000 PV ഉണ്ടാവും. പാക്കേജ് ആവുമ്പോൾ, പാക്കേജ് എന്ന് പറയുമ്പോൾ 24 പാക്കേജ് വന്നിട്ടുണ്ടാവും. 24 പാക്കേജ്. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 2 ലക്ഷം രൂപേന്റെ അടുത്ത് 8,000 രൂപേന്റെ പാക്കേജാണ് 2 ലക്ഷം നോക്കുന്ന സമയത്ത് 24 ഇൻറ്റു 2 ലക്ഷം. സോറി 8,000 രൂപയല്ല ഒരു പാക്കേജ്. ഓക്കെ, അപ്പൊ 25 8 എന്ന് പറയുമ്പോൾ 2 ലക്ഷം രൂപേന്റെ ബിസിനസ് ലെഫ്റ്റും 2 ലക്ഷം രൂപേന്റെ ബിസിനസ് റൈറ്റും വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ 38,700 രൂപ മാക്സിമം കിട്ടും. അതായത് അവിടെ 2 ലക്ഷത്തിന്റെ ഓൾമോസ്റ്റ് 18% ഈൽഡ് കിട്ടും. ഈൽഡ് എന്ന് പറയാന് ഈൽഡ് 18% ഈൽഡ് അവിടെ കിട്ടുക. പല കമ്പനിയിൽ 10% 12% ഒക്കെ കൊടുക്കുന്നു. പക്ഷെ ഇവിടെ എമൗണ്ടിന്റെ 18% ഈൽഡ് കിട്ടുക. നല്ലൊരു ഇൻകം ആണ്. ഇനി മിനിമം എടുക്കുകയാണ്. മിനിമം എടുക്കുമ്പോൾ നിങ്ങൾ ആ 24,000 ഒഴിവാക്കി അവിടെ നമുക്ക് 24,000 കഴിച്ചു കഴിഞ്ഞാൽ 38,700 24,000 കുറച്ചാൽ മതി. ഓക്കെ, ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 50,000 വോളിയത്തില് 7,500 അല്ലേ, ഏകദേശം 15,000 രൂപേന്റെ ഒരു മുകളിൽ ഇൻകം ഉണ്ടാവും മിനിമം. അതായത് ഒരു പാക്കേജ് ഇല്ലാതെ. ഇനി നമുക്ക് വേറെ ഒരു കാര്യം നോക്കാം. മന്ത്ലി ഇൻകത്തിൽ നമ്മൾ നോക്കേണ്ടത് പേഴ്സണൽ സെയിൽസ് വോളിയം. നിങ്ങൾ ചെയ്ത പേഴ്സണൽ സെയിൽസ് വോളിയം സ്പീക്കർ ഓർഗനൈസേഷനിലേക്ക് ആഡ് ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ ഒരു സൈഡിൽ 10,000 വോളിയം ഉണ്ട്, ഒരു സൈഡിൽ 7,500 വോളിയം ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ പേഴ്സണൽ സെയിൽസ് വോളിയം 2,500 ആണ്. അപ്പൊ നിങ്ങളുടെ 7,500 ആഡ് ചെയ്തു 10,000 വോളിയം ആയിട്ട് അവിടെ. അപ്പൊ വീക്കിലി ഇൻകത്തിൽ ഇത് മാച്ചിങ് ബോണസിലേക്ക് എടുക്കും. ഇപ്പൊ നമുക്കറിയാം 4 ആഴ്ചയാണ് ഒരു മാസം. അപ്പൊ ആദ്യത്തെ ആഴ്ചയാണ് നിങ്ങൾ പേഴ്സണൽ പർച്ചേസ്. ആ പർച്ചേസ് നിങ്ങളുടെ മാച്ചിങ് ബോണസിലേക്ക് കൺസിഡർ ചെയ്യും. ഇപ്പൊ ഒരു സൈഡിൽ 9,000 വോളി ഉണ്ട്, ഒരു സൈഡിൽ നിങ്ങളുടെ പേഴ്സണൽ വോളി 1,000 ഉണ്ട്, ഒരു സൈഡിൽ 10,000 ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ വോളിയം വീക്കറിലേക്ക് എടുത്ത് 10,000ത്തിന്റെ മാച്ചിങ് ബോണസ്. ഇനി മന്ത്ലിയിലേക്ക് എടുക്കുന്ന സമയത്തോ മന്ത്ലിയിലേക്ക് എടുക്കും. ഇതിൽ ടോട്ടൽ ആ മാസം കൊണ്ട് നിങ്ങളെ ടൈറ്റിൽ എടുക്കും. ആ ടൈറ്റിൽ വെച്ച് ഇൻകം തരും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പേഴ്സണൽ സെയിൽസ് വോളിയം നിങ്ങളുടെ വീക്ക്ലി മാച്ചിങ് ബോണസിലേക്കും മന്ത്ലി ടൈറ്റിൽ പ്ലസ് ഇൻകത്തിലേക്ക് എടുക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ഇൻകം ലൈഫ് ടൈം ഇൻകം ആണ്. ഒരു കൂടിപ്പോയാലൊരു ഏകദേശം 1 മണിക്കൂർ ആവാനായി നമ്മൾ തുടങ്ങിയിട്ട്. ലൈഫ് ടൈം ഇൻകം എന്ന് പറഞ്ഞാല് ലൈഫ് ഐഡി ആക്ടിവേഷൻ ഓഫ് ബൂസ്റ്റർ പാക്കേജ്. ബൂസ്റ്റർ പാക്കേജിൽ ഐഡി ആക്ടിവേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈഫ് ടൈം ഇൻകം കിട്ടുന്നത്. ഓക്കെ, 5 പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. വോളിയം വിൽ ബി ക്യാരി ഫോർവേഡ്. ബട്ട് 2 സൈഡും വോളിയം ക്യാരി ഫോർവേഡ് ചെയ്യും. ഇവിടെ ലിമിറ്റഡ് ഇൻകം ആണ്, ടൈം ബൗണ്ട് ഒന്നില്ല, എപ്പോ വേണമെങ്കിൽ മാച്ച് ചെയ്ത പൈസ കിട്ടും. സ്ലാബ് വൈസ് മാച്ചിങ് ആണ്. 1,000 രൂപ തൊട്ട് 1 കോടി രൂപയാണ് സ്ലാബ് ഓരോ സ്ലാബിലൂടെ കിട്ടും. ആദ്യത്തെ സ്ലാബിൽ 1000, പിന്നെ 2, അങ്ങനെ കൂടി പോവാണ്. സ്ലാബ് സ്റ്റാർട്ട് 0 ലെവലാണ്. ഒരു സ്ലാബ് കംപ്ലീറ്റ് ചെയ്യുന്ന അടുത്ത സ്ലാബ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. ടോട്ടൽ അക്യുമുലേഷൻ ഇൻകം എന്ന് പറഞ്ഞാൽ 1,90,00,000 രൂപ വരെ നമുക്ക് കിട്ടും. പ്ലസ് 2 മാസ വരുമാനത്തിന്റെ കൂടിയാണ് ഇത് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, നമുക്ക് നോക്കാം. 10 റിവാർഡ് പോയിന്റ് 10 റിവാർഡ് പോയിന്റ്. ഞാൻ പറഞ്ഞു ഓരോ പാക്കേജിനും നമുക്ക് 2 റിവാർഡ് പോയിന്റ് വെച്ച് തരുന്നുണ്ട്. 8,000 6,000 ആകുമ്പോൾ 1 കിട്ടും. അപ്പൊ എന്നാണോ 10 റിവാർഡ് പോയിന്റും നിങ്ങൾക്ക് 2 സൈഡിലും മാച്ച് ചെയ്യും, അന്ന് 1,000 രൂപ കിട്ടും. എന്നാ അതിന് സമയമൊന്നും. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കി, നിങ്ങൾ 10 വരെ 1,000 കിട്ടി. പിന്നെ ഇവിടെ 60 വന്നു. ചിലപ്പോ ഒരു ദിവസം കൊണ്ട് 60 പോയിന്റ് വന്നു. ഇവിടെ 50 വന്നു. അപ്പൊ കമ്പനി ഇവിടെ നമുക്ക് 25-നാണ് അടുത്ത സ്ലാബ് വരും. 25 ഇവിടെ മാച്ച് ചെയ്യുമ്പോൾ 2,200 രൂപ തരിക. ബാലൻസ് ഇവിടെ 60-ൽ 25 മൈനസ് 35 ഇവിടെയും ക്യാരി ഫോർവേഡ് ചെയ്യും, 25 ഇവിടെയും ക്യാരി ഫോർവേഡ്. അപ്പൊ അത് 2 സൈഡിൽ നിന്നും ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പൊ 25 35 ഇവിടെ തന്നെ ഉണ്ട്. എന്നാണോ ഇവിടെ 3ാമത്തെ സ്ലാബ് കിട്ടണമെങ്കിൽ 50 പോയിന്റ് വരും. പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. 35 ഇവിടെ 15 എന്നാണ് വരുന്നത്, 50ആയി. ഇവിടെ 25 50ആയി. അപ്പൊ അവിടെ 100 നിങ്ങൾക്ക് കിട്ടുക. എങ്ങനെയാണ് 2 സൈഡിലും ക്യാരി ഫോർവേഡ് ചെയ്ത് നടക്കും. അവിടെ നിങ്ങൾ ബൂസ്റ്റർ പാക്കേജ് എടുക്കുമ്പോൾ മാത്രമാണ് ഈ പോയിന്റ് കിട്ടുക. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു തവണയെങ്കിലും ആക്ടിവേഷൻ ചെയ്ത് നമ്മുടെ 1 ടൈം ആക്ടിവേഷൻ ചെയ്യുമ്പോൾ, ബൂസ്റ്ററിൽ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഈ പറയുന്ന റിവാർഡിങ് കൂടി കിട്ടുക. ഇനി ടോട്ടൽ ഒരു ക്ലാരിറ്റി നോക്കാം. നമുക്ക് ടോട്ടൽ എല്ലാ ഇൻകം കൂടി എടുക്കണം. ടോട്ടൽ ഇതുവരെ പറഞ്ഞ ടോട്ടൽ ഇൻകം കൂടി എടുത്തൊരു കാൽക്കുലേഷൻ. ഡെയിലി ഇൻകം, വീക്കിലി ഇൻകം, മന്ത്ലി ഇൻകം, ലൈഫ് ടൈം ഇൻകം. ഇവിടെ ഞാൻ എടുത്തത് 1 ലക്ഷം BVന്റെ കാൽക്കുലേഷൻ. 1 lakh BV ലെഫ്റ്റും 1 lakh BV റൈറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് എത്ര ഇൻകം എടുക്കാൻ പറ്റും. 25,000 BV വെച്ചിട്ട് ഓരോ ആഴ്ച മാച്ച് ചെയ്യുന്നുണ്ട്. 25. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഇൻകം എത്രയാണ്?
മാക്സിമം ഇൻകം എത്ര, മിനിമം ഇൻകം എത്ര, രണ്ടും പറയാം. ആദ്യത്തെ നമ്മൾ നോക്കുക, 48 പാക്കേജുകളാണ് ഇവിടെ മാക്സിമം നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. 50 ഉണ്ടാവില്ല, 48 പാക്കേജ്. നമ്മൾ ഈ FMCG കിറ്റ് എടുക്കാം 2000 BB-ന്റെ 48 പാക്കേജ് ഉണ്ടാവും, 8000 രൂപയായിരിക്കും അതിന്റെ വില. അങ്ങനെയാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് അവിടെ ഡെയിലി ഇൻകം 48,000 രൂപ അവിടെ കിട്ടും, 48,000 റുപ്പീസ്. ഇനി വീക്കിലി ഇൻകത്തിലേക്ക് പോകുന്ന സമയത്ത് മാച്ചിങ് ബോണസ് എടുക്കാം. 1,00,000 BB-ന്റെ 7%, 7,000 രൂപ. ഓരോ ആഴ്ചയും 25,000 വെച്ച് മാച്ച് ചെയ്യുന്നുണ്ട്. CP ബോണസ് ഉണ്ടാവും, 2,000 രൂപ വെച്ച് 4 തവണ 8,000 രൂപ അങ്ങനെ കിട്ടും. 15,000 രൂപ നമുക്ക് വീക്കിലി ഇൻകം കിട്ടും. 48,000 രൂപ ഡെയിലി ഇൻകം. ഇനി മന്ത്ലി ഞാൻ പറഞ്ഞു 1,00,000 വന്നു കഴിഞ്ഞാൽ 16,000 രൂപ ഇൻകം ഉണ്ടാവും. അപ്പൊ അതുകൂടാണ് ആവറേജ്. അതായത് ഇപ്പൊ കിട്ടുന്ന ഫിഗർ ഓപ്പോസിറ്റ് ഗോൾഡ് ബ്രോൺസ് ഒക്കെ നോക്കുന്ന സമയത്ത് എല്ലാം കൂടി നോക്കുമ്പോൾ 16,100 അതുകൊണ്ടാണ്. 16,100 രൂപ മന്ത്ലി ഇൻകം, 15,000 രൂപ വീക്കിലി ഇൻകം, 48,000 രൂപ ഡെയിലി ഇൻകം, 3,100 രൂപ ലൈഫ് ടൈം ഇൻകം കിട്ടും. കാരണം നമ്മള് ലൈഫ് ടൈം ഇൻകം ഫസ്റ്റ് ലെവല് 10, ഇവിടെ 48 എന്ന് പറഞ്ഞാൽ 96 പോയിന്റ് വന്നിട്ടുണ്ടോ റിവാർഡ് പോയിന്റ്. 3 ലെവല് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 50, 25, 75, 10, 85 പോയിന്റ് കംപ്ലീറ്റ് ചെയ്തു. ബാക്കി 11 അവിടെ ഉണ്ടാവും 2 സൈഡ്. അപ്പൊ നോക്കുന്ന ഒരു ടൂറും കൂടി ഉണ്ട്. ടൂറിന്റെ പൈസ നമ്മളോട് കൂട്ടിയിട്ടില്ല. 82,200 രൂപ നിങ്ങൾക്ക് മാക്സിമം ഇൻകം എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് 48 പാക്കേജ് നിങ്ങൾ കൂട്ടിക്കോ, 50 പാക്കേജ് കൂട്ടിക്കും. ഒരു പാക്കേജിന് 8,000 രൂപ, 4,00,000 രൂപ ലെഫ്റ്റും 4,00,000 രൂപയുടെ ബിസിനസ് റൈറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന 82,000 ആണ്. അതായത് 20% ഈൽഡാണ് അവിടെ, 20% ഈൽഡ് കിട്ടുക. എമൗണ്ടിന്റെ 4,00,000ന്റെ 20% എന്ന് പറയുമ്പോൾ 10,000 രൂപ ഉണ്ടാവും. അപ്പൊ അതിൽ കൂടുതലാണ് ശരിക്കും 32,000 രൂപ മാക്സിമം ഇവിടെ ഇൻകം കിട്ടുക. വലിയൊരു ടോപ്പ്, വളരെ ഏതൊരു കമ്പനിയുടെ ഒരു ആളടുത്തും നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി പറയാൻ പറ്റും ഈ ഒരു പ്ലാന്റ്. ഇനി മിനിമം എടുക്കുക, പാക്കേജ് ഒന്നുമില്ല, ഒരു പാക്കേജും ഇല്ലെന്ന് വിചാരിച്ചു. ലൈഫ് ടൈം ഇൻകം 3,100 അങ്ങ് കട്ട് ചെയ്യാം, ഡെയിലി ഇൻകം 48,000 രൂപ ഒഴിവാക്കി. എന്നാലും നമുക്ക് എത്ര ഉണ്ടാവും, 16,100 രൂപ മന്ത്ലി കിട്ടും, 15,000 രൂപ വീക്കിലി കിട്ടും, 31,100 രൂപ ഇൻകം ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ഈൽഡ് എത്ര ഉണ്ടാവും എന്ന് വെച്ചാൽ 1,00,000 BB എന്ന് പറയുമ്പോൾ 2,50,000 രൂപയുടെ ബിസിനസ് ഉണ്ടാവും. 2,00,000 വരുമ്പോൾ 2,00,000ന്റെ ഓൾമോസ്റ്റ് 10-13% ഈൽഡ് ഇവിടെ അങ്ങനെ കൊടുക്കും. അതും കൂടുതൽ തന്നെയാണ്. ഇപ്പൊ നോർമൽ ആയിട്ട് നോക്കുമ്പോൾ ഏറ്റവും മിനിമത്തിൽ നോക്കുമ്പോഴും നല്ല ഈൽഡ് കിട്ടുന്നുണ്ട്. മാക്സിമം എടുക്കുന്ന സമയത്ത് 20% മുകളിൽ ഈൽഡ് കിട്ടും. അപ്പൊ ഇതാണ് മിനിമം നമുക്ക് 31,100 രൂപ 1,00,000 BB ഇൻകവും പാക്കേജ് ഒന്നും ഇല്ലാതെ. ഈ പാക്കേജ് കൂടി വരുന്ന സമയത്ത് മാക്സിമം പോസിബിലിറ്റി നമുക്ക് 82,000 കൂടി ഇൻകം. ഇതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും എല്ലാ ടൈപ്പ് ഇൻകവും ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി ആണ്. നമ്മുടെ പ്രോഡക്റ്റിന്റെ അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഹോം ഷോപ്പ് എടുക്കാം. 51,000 രൂപയായിരിക്കും ഇൻവെസ്റ്റ്മെന്റ്. ബിസിനസ് വോളിയത്തിന്റെ 10% റിട്ടേൺസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളായിട്ട് ഒരു ബന്ധമില്ലാതെ കമ്പനി നിങ്ങൾ നമ്മുടെ അഗ്രിമെന്റ് പൈസ എടുക്കുക. HHA മാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. 5,05,000 രൂപ 5,100,000 രൂപ മുടക്കാം. മാക്സിമം നിങ്ങൾക്ക് 29% വരെ ബിസിനസ് വോളിയത്തിന് കിട്ടും. മിനിമം 20% വരെ കിട്ടും. ചില ആളുകൾ ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസിയിട്ട് തുടങ്ങുന്നുണ്ട് 20% ആണ്. 24% വരെ നമുക്ക്. കാരണം PUC-കാർക്ക് ഹോം ഷോപ്പിംഗുകാർക്ക് മാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിനുള്ള കൊറിയർ ആയിട്ടുള്ള സർവീസിന് വേണ്ടി 4% അത് കൊടുക്കും. അപ്പൊ ഒരു 20+4% ഇങ്ങനെ നമുക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഏറ്റവും ചുരുങ്ങി നമുക്ക് പറയാം 20% നിങ്ങൾക്ക് മാർട്ടിനും ഹോം ഷോപ്പിംഗ് 10% ഇതാണ് അവൈലബിലിറ്റി. ഓൾമോസ്റ്റ് 32ഓളം ഔട്ട്ലെറ്റ്സുകൾ ഇപ്പൊ കേരളത്തിലുണ്ട് മാർട്ടുമായിട്ട്. ഹോം ഷോപ്പിംഗ് നോക്കുമ്പോൾ കുറെ ഉണ്ടാവും. ഹോം ഷോപ്പിംഗ് നമ്മൾ കൂട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ അവൈലബിലിറ്റി പറയുന്നത്. എന്തായാലും 1 hour നമ്മൾ എടുത്തിട്ടുണ്ടാവും. ഒരു മണിക്കൂറും 5 മിനിറ്റും ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ ടോട്ടലി ഒരു ഇൻകം പ്ലാൻ എന്ന് പറയുന്നത്. സംശയങ്ങളൊക്കെ ഉണ്ടാവും ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ. നിങ്ങളുടെ അപ്ലൈ ലീഡറുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യാം, ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, എന്തായാലും ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.